ഹലോ സ്റ്റുഡൻസ്, മക്കളെ, അപ്പോൾ നമ്മളെ ബോർഡ് എക്സാം 2 ദിവസം കൂടെ ഉള്ളൂ. ബോർഡ് എക്സാമിനാകെ നിങ്ങളൊക്കെ എന്താണ് ഹാല്? എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ചിലർ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 3 മാർക്കിൻ്റെ, അതായത് നിങ്ങളെ കെമിസ്ട്രി എക്സാമിൽ +1 കെമിസ്ട്രി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മാർക്കിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ വളരെ റിപ്പീറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓരോ ലൈവ് വീഡിയോ ആയിട്ട് നമ്മളെ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. ടാർഗറ്റിൻ്റെ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. മാത്രമല്ല, ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്സും അതിൻ്റെ ഡീറ്റെയിൽസും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും, ആ ലിങ്കിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും. സോ നമുക്കിന്ന് നോക്കാം കെമിസ്ട്രിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, A+ തന്നെ എയിം ചെയ്ത് പോവാം. വളരെ എളുപ്പമായിട്ട് നമുക്ക് A+ കിട്ടും. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, പോർഷനിലേക്ക് ഒന്നും കയറുന്നില്ല. ഡയറക്റ്റ് ഞാൻ നോക്കുന്നത് ഒരു 7, 8 അല്ലെങ്കിൽ ഒരു 9 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 3 മാർക്കിൻ്റെ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ 0.0025? അതിലൊരു B ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ആൻഡ് ഇല്ലസ്ട്രേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഓക്കെ, അപ്പം ഇത് ഒരു 3 മാർക്ക് സെക്ഷനിൽ വന്നിട്ടുള്ള ആദ്യത്തേന് 1 മാർക്ക്, രണ്ടാമത്തേന് 2 മാർക്ക്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ദെയർ ഇൻ 0.025? നിങ്ങളുടെ ആൻസർ എന്താണ്? നിങ്ങൾ പിന്നെ എങ്ങനെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക? 0.025. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സെക്ഷൻ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട്. ഒരു 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇതിൻ്റെ ആൻസർ 2 ആണ്. കാരണം 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഇയാൾക്കുള്ളത്. ഓക്കെ, അതായത് പോയിന്റ് കഴിഞ്ഞ് പിന്നെ ഒരു 0 കൂടി ഉണ്ട്. എനിവേ 0.0025 എന്നാണ്. അപ്പം അതിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് മെയിനായിട്ട് ഉള്ളത്. അപ്പോൾ ആ ഒരു പോർഷൻ ചെറുതായിട്ടൊന്ന് മക്കൾ പഠിച്ചിട്ട് പോവുക. പിന്നെ നിങ്ങൾക്ക് ഇത് തന്നെ നോക്കി പഠിക്കണം എന്നല്ല, നിങ്ങൾ ഫിസിക്സിലും ഓൾറെഡി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പഠിച്ച ആൾക്കാരാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ അതൊരു കെമിസ്ട്രി ക്വസ്റ്റ്യൻ അല്ല, ഫസ്റ്റ് A ക്വസ്റ്റ്യൻ. എനിവേ അത് നമ്മുടെ സിലബസിലുള്ളതാണ്. സ്റ്റേറ്റ് ആൻഡ് ഇല്ലസ്ട്രേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് പറയുന്നുണ്ട്. ഓർമ്മ ഉണ്ടോ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ലോസ് പറയുന്നില്ലേ? അവോഗാഡ്രോസ് ലോ ഒക്കെ പറയുന്നുണ്ട്. അപ്പം ആ ലോ മക്കൾ ഒന്ന് വളരെ തറോ ആയിട്ടൊന്ന് പഠിച്ചിട്ട് പോവാം. അതിൽ തന്നെ ഡെഫിനിറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. അതിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ? ഡെഫിനിഷൻ കറക്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം. അതായത്, ഇഫ് 2 എലമെൻറ്റ്സ് ക്യാൻ ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട്സ്. ഓക്കെ, ഒരു എക്സാമ്പിൾ, 2 എലമെൻറ്റ്സ് ഇല്ലസ്ട്രേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. വെറുതെ നിങ്ങൾ ലോ എഴുതിയിട്ട് കാര്യമില്ല. ഓക്കെ, കോപ്പി അടിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. വെറുതെ നമ്മൾ കോപ്പി അടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് ആലോചിച്ച് വേണം എഴുതാൻ. കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. അതായത് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട്, സപ്പോസ് ഹൈഡ്രജൻ, മൊത്തം എഴുതുന്നില്ല, ജസ്റ്റ് ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ, ഓക്കെ, ഫോമിങ് വാട്ടർ. അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ഒരു റിയാക്ഷനാണ്. ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ കിട്ടും എന്നുള്ളത്. മറ്റൊരു റിയാക്ഷനും കൂടെ ഞാൻ എഴുതാം. സിമ്പിൾസ് അല്ല ഞാൻ എഴുതുന്നത് കേട്ടോ, വേർഡ്സ് ആണോ എന്ന് ശ്രദ്ധിച്ചേക്കാം. Hydrogen again reacting with the oxygen, forming hydrogen peroxide. ഓക്കെ, സിമ്പിൾസിൽ നിങ്ങൾക്ക് എഴുതാം. ഞാൻ വെറുതെ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. സപ്പോസ് ഹൈഡ്രജൻ റിയാക്ടിങ് വിത്ത്, ബാലൻസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. H2O. ഓക്കെ, H2 plus O2 gives H2O2. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ റിയാക്റ്റൻസ് 2 ആൾക്കാരും സെയിം ആൾക്കാരാണ്. പക്ഷെ നമ്മൾ എടുക്കുന്ന പ്രപ്പോർഷൻ എങ്ങനെയാണ്? ഒരു 1:2 പ്രപ്പോർഷനിലാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ആ ഡെഫിനിഷനിൽ പറയുന്നത്. ഒരു ഫിക്സഡ്, ആ ഒരു നമ്മൾ ഫിക്സ് ആക്കി വെച്ചത്. ഇപ്പോൾ ഇവർ 2 ആളും നമ്മൾ 2 grams വെച്ചെടുക്കുക. 2 ഹൈഡ്രജൻ്റെ ആറ്റമിക് നമ്പർ 1 ആണ്. സോറി, ആറ്റമിക് മാസും 1 ആണ്. ഓക്കെ, ആറ്റമിക് നമ്പറും 1 ആണ്. ഇറ്റ്സ് ഓക്കെ. അപ്പം 2 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 2 grams വെച്ചെടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ബാലൻസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഓക്കെ, അപ്പം ഇവിടെ എടുക്കുന്നതിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു 1:2 എന്ന ഒരു ഹോൾ നമ്പർ റേഷ്യോയിലാണ് എടുക്കുന്നത്. സോ അതാണ് എന്ത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. അതായത് ഒരേ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ 2 കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നു. പക്ഷേ എന്താ രണ്ടും തമ്മിലുള്ള കണക്ഷൻ? ദേ ആർ ഡിഫർ ബൈ, അല്ലേ? എങ്ങനെയാണ്? ആ ഒരു 2 എലമെൻറ്റ്സ് തമ്മിലുള്ള ആ റേഷ്യോ, നമ്മൾ എടുത്തിരിക്കുന്ന ആ റിയാക്റ്റൻസ് തമ്മിലുള്ള, ഒരേ റിയാക്റ്റൻസ് തമ്മിലുള്ള ആ ഒരു റേഷ്യോ ഒരു ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ലൈക്ക് 1:2.
ഹൈഡ്രജൻ ഇത് മാത്രമല്ല നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാമ്പിൾ. ഇപ്പോൾ കാർബണും ഓക്സിജനും റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി, കാർബണും ഓക്സിജനും റിയാക്ട് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. അതും ഒരു സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മനസ്സിലായോ? അതായത് ഒരേ എലമെന്റ്സ് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവുക, ഒരുപാട് മോർ കോമ്പൗണ്ട്സ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത എക്സാമ്പിൾ ഇതാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു 2 മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, ലോ കൃത്യമായിട്ട് എഴുതി വെക്കണം. ലോക്കുള്ള പ്രത്യേകത ലോ അതേപോലെ തന്നെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഒരുപാട് ചേഞ്ച് നിങ്ങൾ വരുത്താൻ പാടില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, അത് ഇല്ലസ്ട്രേറ്റും ചെയ്യണം. ഇതേപോലെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇല്ലസ്ട്രേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. കൺസിഡർ ദ റിയാക്ഷൻ in which 3 gram of hydrogen react with 30 gram of oxygen to form water under suitable condition. So ആ വാല്യൂസ് ഞാൻ വെറുതെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പം 3 gram ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നു, ആരുമായിട്ടാ, 30 gram ഓക്സിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. എന്നിട്ട് വെള്ളം ഉണ്ടാകുന്നു, വാട്ടർ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ ആദ്യത്തെ ഇൻഫോർമേഷൻ. സോ ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2 and O2 റെസ്പെക്റ്റീവ്ലി. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നിങ്ങൾ 10th മുതലേ അല്ലെങ്കിൽ നിങ്ങൾ +1 കയറിയപ്പോൾ മുതലേ ചെയ്യുന്ന പരിപാടിയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ശരിയല്ലേ? അപ്പോൾ ഗിവൺ മാസ് എന്ന് പറയുമ്പം 3 gram ഹൈഡ്രജൻ അടുത്തത്. അപ്പോൾ ഗിവൺ മാസ് ഈസ് 3, ഓക്കെ, ഡിവൈഡഡ് ബൈ മോളാർ മാസ്. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹൈഡ്രജന്റെ മോളാർ മാസ്. ഹൈഡ്രജൻ മോളിക്യൂൾ ആണ്. 1 എടുക്കരുത്, 2, 1/2 അല്ലേ, 3/2. ഓക്കെ, 3/2 എന്ന് പറയുമ്പം 1.5 അല്ലേ, 3.5, സോറി 3/2, 1.5 അല്ലേ. അപ്പം 1.5 മോൾസ് ഓഫ് ഹൈഡ്രജൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ എന്ന് കൊടുക്കുക, ഗിവൺ മാസ്. ഇക്വേഷൻ ഒക്കെ ജസ്റ്റ് എഴുതി പോയിക്കോളൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഇതേപോലെ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും ഇംപ്രൂവ്മെന്റ് എക്സാമിന്. അപ്പോൾ ഗിവൺ മാസ് 30 ആണ്. നമ്മൾ മോളാർ മാസിനെ പറ്റി ആലോചിക്കാം. ഓക്കെ, മോളാർ മാസ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഓക്സിജൻ വരുന്നത്? ഓക്സിജൻ ഒരു ആറ്റം എടുത്താൽ അത് 16 ആണ് വരുന്നത്. അപ്പോൾ 2 ആറ്റംസ് O2 എന്ന് പറയുമ്പം 32 ആയിരിക്കും വരുന്നുണ്ടാവുക. ദാറ്റ് ഈസ് 15/16 അല്ലേ, പകുതി എടുത്താൽ. അപ്പോൾ 0.94 അങ്ങനെ എന്തോ 0.9 സംതിങ് വാല്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, 1 മാർക്കിന്റെ എ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. ബി, ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ, ദാറ്റ് പോയിന്റ് ഈസ് നോട്ടഡ്. ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജന്റ് ആൻഡ് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റിയാക്ഷൻ. എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ്? ഓക്കെ, പറയാം. ആദ്യം നമുക്ക് ഈ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. വാട്ടർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ ആണേ. അതായത് H2 റിയാക്ടിങ് വിത്ത് O2 ഫോമിങ് 2H2O. ഇതാണ് നമ്മളെ റിയാക്ഷൻ. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസ് 1, H2 എന്ന് പറയുമ്പം എന്താ അവസ്ഥ, 2. അപ്പോൾ 2H2 എന്ന് പറയുമ്പോഴോ 4 gram ഹൈഡ്രജൻ. നിങ്ങളല്ലേ 4 അല്ലേ, H2 എന്ന് പറയുമ്പോൾ 2, ഒരു ഹൈഡ്രജൻ ആറ്റം 1, അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജൻ മോളിക്യൂള് 2 H2 എന്ന് പറയുമ്പോൾ 2 × 2 4 gram H2 നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യു ആർ റിയാക്ടിങ് വിത്ത് ദാറ്റ് ടു 32 gram O2 forming 36 gram H2O. ഫണ്ടമെന്റലി ഇതാണ് ഇക്വേഷൻ. ഇനി നമുക്ക് തന്ന സാധനങ്ങളിലേക്ക് പോവാം. നമുക്ക് തന്നു, നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നു, നമ്മുടെ കയ്യിൽ 3 gram ഹൈഡ്രജൻ ഉണ്ട്, 30 gram ഓക്സിജൻ ഉണ്ട്. ലിമിറ്റിംഗ് റിയേജന്റ് ഇപ്പോഴേ വിളിച്ച് പറയാറായിട്ടില്ല, നമ്മൾ നോക്കും. സോ 4 ഗ്രാമിലുള്ള ഒരു കാര്യം നമുക്കറിയാം. ആദ്യം ഞാനതിനെ 1 ഗ്രാമിലേക്ക് മാറ്റാൻ പോവാ. ഓക്കെ, 4 ഗ്രാമിനെ 1 ഗ്രാമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരാ. അപ്പം ഞാൻ ഈ ലെഫ്റ്റിലുള്ള നമ്പേഴ്സിനെല്ലാം മക്കളെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒന്ന് പറഞ്ഞേ, 4 കൊണ്ട് ഡിവൈഡ് 4/4 1 എന്നുള്ള നമ്മൾ പ്രത്യേകിച്ച് എഴുതണോ? വേണ്ട. സോ H2 ആണെങ്കിൽ, ഓക്കെ, ദാറ്റ് ഈസ് 1 gram H2 ആണെങ്കിൽ നമ്മൾ എടുത്തെങ്കിൽ, ഓക്കെ 1 എഴുതിയേക്കാം, 1 gram H2 എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് 8 gram O2 വേണം. ഫോമിങ് 9 gram അല്ലേ, 36/4 9 gram H2O ഉണ്ടാവും. നമ്മളെ ക്വസ്റ്റ്യൻ ഇട്ട ആള്, നമ്മളെ ക്വസ്റ്റ്യൻ ഇട്ട് ചതിക്കാൻ നോക്കിയ ആള് പറഞ്ഞിട്ടുണ്ട് എത്ര ഗ്രാമാണ് എടുക്കേണ്ടത്, 3 gram H2 എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര gram O2 വേണം,
24 gram O2 വേണം. ശരിയല്ലേ? അതായത് ഇവിടെ 1 into 3 gram H2. അപ്പം 8 into 3 8 3 24. ഓക്കെ, 24 gram O2. അപ്പം എത്ര വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും? 9 into 3 27 gram H2 ഉണ്ടാവില്ലേ? അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ അളവ് എത്രയാണ്? 27. ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ഏതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 8 gram ഓക്സിജൻ എടുത്തു, ഓക്കെ, പക്ഷേ ആ 8 gram ഓക്സിജനോട് റിയാക്ട് ചെയ്യാൻ പോകുന്നത് 1 gram ഹൈഡ്രജനാണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ 8 gram ഓക്സിജൻ എടുത്തു, അതിനോട് റിയാക്ട് ചെയ്യാൻ പോകുന്നത് 1 mol ഹൈഡ്രജനാണ്. അപ്പം നിങ്ങൾക്ക് തന്നു 3 gram H2 തന്നു, അതിനോട് എത്ര റിയാക്ട് ചെയ്യുള്ളൂ? 24 gram O2 മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. ബാക്കി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വായിക്കണം. എത്രയാ? 30 gram ഓക്സിജൻ ബാക്കിയുണ്ട്. അപ്പം നിങ്ങൾ 3 gram ഹൈഡ്രജനോട് 24 gram ഓക്സിജൻ റിയാക്ട് ചെയ്യുള്ളൂ. 30 gram ഓക്സിജൻ തന്നിട്ടില്ലേ? അപ്പോൾ 6 gram ഓക്സിജൻ അവിടെ എന്തായിരിക്കും? ബാക്കിയായിരിക്കും. അപ്പോൾ ആരാ ലിമിറ്റിംഗ് റിയേജൻറ്റ്? ഹൈഡ്രജൻ അല്ലേ? 6 gram ഓക്സിജൻ അവിടെ ബാക്കിയായില്ലേ? ആരാണ് ലിമിറ്റ് ചെയ്തത്? ആ റിയാക്ഷൻ ഒരു സ്ഥലത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഈവൻ O2 അവിടെ ബാക്കി ഉണ്ടായിട്ടും റിയാക്ഷൻ സ്റ്റോപ്പായി. അപ്പോൾ അവിടെ ലിമിറ്റ് ചെയ്ത ആൾ ആരാണ്? ഹൈഡ്രജനാണ്. ഓക്കെ, അപ്പം എത്ര ഗ്രാം വാട്ടർ പ്രൊഡ്യൂസ് ചെയ്ത് H2O പ്രൊഡ്യൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27 gram. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് കിട്ടും? നിങ്ങൾക്ക് 27/18 എന്നുള്ളൊരു ആൻസറിലേക്ക് എത്തും. ഓക്കെ, 27/18 എന്നുള്ളതിന് നിങ്ങളൊന്ന് ഇതാക്കിയ 3/2 അല്ലേ? 9 കൊണ്ട് ചെയ്യുമ്പോൾ 3/2 which is equal to 1.5 mol എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ആൻസർ കീ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഒന്നെങ്കിൽ നിങ്ങൾ 27 gram H2O എന്ന് എഴുതണം, അല്ലെങ്കിൽ 1.5 mol H2O എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒന്നിനാണ് ആൻസർ. അപ്പോൾ നമ്മളോട് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇനിയും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. ലിമിറ്റിംഗ് റിയേജൻറ്റ് വെച്ചിട്ട് ഒരു പ്രോബ്ലം എന്തായാലും ചോദിക്കും. ഫണ്ടമെന്റലി ആയി സിമ്പിൾ റിയാക്ഷന് ചോദിക്കും. അധികം ചോദിക്കുക H2 + O2 H2O ഇത് ചോദിക്കാറുണ്ട്. മീഥൈനും ഓക്സിജനും നമ്മളെ റിയാക്ഷൻ ചോദിക്കാറുണ്ട്. CH4 + 2O2 ആ സാധനം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഏത് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെന്റലി ആ റിയാക്ഷൻ ഒന്ന് എഴുതിയേക്കുക. എന്നിട്ട് അതിലുള്ള ഇതേപോലെ ആറ്റമിക് മാസ് നമുക്ക് അറിയാം എല്ലാത്തിനും. ഇപ്പോൾ കാർബൺ ആയാലും ഹൈഡ്രജൻ ആയാലും ഓക്സിജൻ ആയാലും ഒക്കെ നമുക്ക് അതിൻ്റെ ഫണ്ടമെന്റലി ആറ്റമിക് മാസസ് അറിയാം. ഓക്കെ, കാർബൺ 12 ആകും, ഹൈഡ്രജൻ 1 ആകും, ഓക്സിജൻ 16 ആകും. ഓക്കെ, ക്വസ്റ്റ്യൻ അവിടെ എത്തുമ്പം ഞാൻ പറയാം. അടുത്തത്, അപ്പം ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതും ഏത് ചാപ്റ്റർ എന്നാണ്? സം ബേസിക് കോൺസെപ്റ്റ് എന്നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഗ്രൂപ്പ് 15 എലമെന്റ്സ്? ഓക്കെ, ഗ്രൂപ്പ് 15 ഇങ്ങനെയുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ചുമ്മാ വെറുതെ എഴുതി വിട്ടാൽ മാർക്ക് കിട്ടും. വളരെ സിമ്പിൾ, ചെറിയ ചെറിയ പൊടിക്കായി ചേർത്ത് കൊടുത്താൽ മതി. ഗ്രൂപ്പ് 15 എന്താണ് അവരുടെ പ്രത്യേകത? നമ്മൾ ചെറിയ ക്ലാസ് പോട്ടെ, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററും സ്ട്രക്ചർ ഓഫ് ആറ്റവും പീരിയോഡിസിറ്റിയും ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ ഗ്രൂപ്പിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ? അതായത് സപ്പോസ് നമ്മളെ 1s2 2s2 2p3 ആണെന്ന് വിചാരിക്കുക. ഇതിനെ ഗ്രൂപ്പിലേക്ക് എങ്ങനെ മാറ്റും? ഏത് ഗ്രൂപ്പ് എങ്ങനെ മനസ്സിലാവും? പി ബ്ലോക്ക് ആണ് ഐഡന്റിഫൈ ചെയ്താൽ ഈ 3ന്റെ കൂടെ നമ്മൾ 12 ആഡ് ചെയ്യും. ശരിയല്ലേ? കറക്റ്റ്. 15. അപ്പോൾ ജനറലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും അല്ലേ ഗ്രൂപ്പ് 15 എന്ന് പറഞ്ഞാൽ ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്കാണ്. ഓക്കെ, അപ്പം തന്നെ നിങ്ങൾക്ക് എ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടുന്ന് കട്ട് ചെയ്യാം. ഓക്കെ, എ എന്ന് പറയുന്ന ഓപ്ഷൻ കട്ട് ചെയ്യാം, കാരണം പി ബ്ലോക്ക് അല്ല, ഇത് എസ് ആണ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് 15 വരണമെങ്കിൽ ലാസ്റ്റ് ഉള്ള ഈ ഇലക്ട്രോൺ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒരു 12 ആഡ് ചെയ്യുമ്പോൾ 15 എത്തുന്നുണ്ടോ നോക്കിയാൽ മതി. സിമ്പിൾ. NS2 എല്ലാത്തിലും കോമൺ ആണ്. ഓക്കെ, NS2 NP4 നിങ്ങൾ 4ന്റെ കൂടെ 12 കൂട്ടിയാൽ 16 എത്തും. ഗ്രൂപ്പ് 15 അല്ല. NS2 NP6 6 + 12 18 എത്തും. പക്ഷേ ഇതാണ് നമ്മളെ ആൻസർ, NS2 NP3. കാരണം പി ബ്ലോക്ക് ഒരു കാര്യം. പിന്നെ ആ ലാസ്റ്റുള്ള 3ന്റെ കൂടെ നിങ്ങൾ 12 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 എത്തും. വളരെ ബേസിക് ഐഡിയ ആണ് കേട്ടോ, ഒന്നും ടെൻഷൻ ആവാനില്ല, വളരെ ബേസിക് ഐഡിയ ആണ്. അടുത്തൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 1 മാർക്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. 2 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ വേരിയേഷൻ ഓഫ് ദി അറ്റമിക് റേഡിയൈ ഓഫ് എലമെന്റ്സ് ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഗീവ് റീസൺ. അതായത്
എന്താണ് ആദ്യം എഴുതേണ്ടത്? എന്താ ക്വസ്റ്റ്യൻ വൃത്തിക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. എക്സ്പ്ലെയിൻ ചെയ്യണം. എന്ത് എക്സ്പ്ലെയിൻ ചെയ്യണം? നമ്മൾ ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പം ആറ്റോമിക് റേഡിയസിന് എന്ത് സംഭവിക്കുന്നു? അപ്പം നിങ്ങൾ എഴുതണം ആറ്റോമിക് റേഡിയൈ ഇൻക്രീസസ് ആസ് വി മൂവ് ഡൗൺ ഫ്രം എ ഗ്രൂപ്പ് ടോപ്പ് ടു ബോട്ടം. മുകളിൽ നിന്നും താഴേക്ക് വരുന്നതനുസരിച്ച് ആറ്റത്തിൻ്റെ റേഡിയസ് കൂടി വരുന്നു. വൈ? ഇനിയാണ് എക്സ്പ്ലനേഷൻ. അപ്പം എന്ത് ചെയ്തു എന്നുള്ളതിനൊരു മാർക്ക് ഉണ്ടാവും. കൂടുന്നു, കറക്റ്റ് ആൻസർക്ക് നോക്കി നിങ്ങൾക്ക് അറിയാം ഓരോന്നിനും മാർക്കുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നതിനൊരു മാർക്ക് ഉണ്ട്. മീൻസ് അത് കൂടുന്നു എന്ന് എഴുതിയോ അല്ലെങ്കിൽ കുറയുന്നു എന്ന് എഴുതിയോ അതോ ഒന്നും എഴുതിയില്ലേ? ഡിപ്പെൻസ്. ഓക്കെ. അപ്പോൾ താഴേക്ക് എന്തുകൊണ്ടാണ് കൂടാൻ കാരണം? നമ്മളൊരു ഗ്രൂപ്പിൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ ഷെൽസിൻ്റെ നമ്പർ കൂടുന്നുണ്ട്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഞാൻ 3 ആൾക്കാരെ മാത്രം എടുത്ത് പറയുകയാണ് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള. അപ്പോൾ താഴേക്ക് വരുന്നതനുസരിച്ച് ലിഥിയത്തിൻ്റെ കോൺഫിഗറേഷൻ 3 ആണ് ആറ്റോമിക് നമ്പർ 1s2 2s1. ഓക്കെ. സോഡിയം വരുമ്പം 1s2 2s2 2p6 3s1. പൊട്ടാസ്യം വരുമ്പം 1s2 2s2 2p6 3s2 3p6 4s1 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ കാര്യം. അതായത് പൊട്ടാസ്യത്തിന് 4 ഷെല്ലുണ്ട്, സോഡിയത്തിന് 3 ഷെല്ലേ ഉള്ളൂ, ലിഥിയത്തിന് 2 ഷെല്ലുള്ളൂ. അപ്പം ഷെല്ലിൻ്റെ നമ്പർ കൂടുന്നുണ്ട്. ഓക്കെ. ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നുണ്ട്, അതൊരു ശരിയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എഴുതാം ആസ് വി ഗോ ഡൗൺ ദ ഗ്രൂപ്പ് ആറ്റോമിക് നമ്പർ ഈസ് ഇൻക്രീസിങ് റെഗുലർലി ആൻഡ് വാട്ട് ആൻഡ് ദ നമ്പർ ഓഫ് ഷെൽസ് ഓൾസോ ഇൻക്രീസിങ് സോ ആറ്റോമിക് റേഡിയൈ ഈസ് ഇൻക്രീസിങ് എന്നുള്ള കാര്യം വൃത്തിക്ക് എഴുതി വെക്കണം. അപ്പോൾ 2 മാർക്ക് കിട്ടും. അല്ലാണ്ട് നിങ്ങൾ ഒരു പേജ് എഴുതിയിട്ടും ഈ പോയിന്റ് അതിലില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് കിട്ടൂല. നിങ്ങൾ ഇത് ഏത് ചാപ്റ്ററിലാണ് പഠിച്ച്? 3rd ചാപ്റ്ററിൽ അല്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. അപ്പോൾ ആ ഭാഗം ഒന്ന് നോക്കി വെക്കുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ അത് മാത്രം സ്പെസിഫിക്കലി നോക്കുക, അതോ അങ്ങോട്ടോ നോക്കുക. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ പീരീഡിൻ്റെ കാര്യമായിരിക്കും ചോദിക്കാം. ഓക്കെ. ഗ്രൂപ്പിൽ ഇങ്ങനെ കൂടി വരികയാണെങ്കിൽ പീരീഡിൽ എങ്ങനെയാണ്? കുറഞ്ഞാ വരാം. ഓക്കെ. ഇഫ് യു ആർ ലുക്കിംഗ് ഈ ഗ്രൂപ്പിൽ ഇപ്പം സോഡിയത്തിൻ്റെ ഗ്രൂപ്പിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അറ്റത്തുള്ള ആൾക്ക് എന്തെങ്കിലും വളരെ കുറവായിരിക്കും. ഓക്കെ. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക ഒരേ ഷെല്ലിലേക്ക്, സെയിം ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ്. അപ്പോൾ ഒന്നുകൂടെ ചുരുങ്ങും നമ്മളെ ഷെല്ല്. അപ്പോൾ ആറ്റമിക് റേഡിയസ് കുറയും. അടുത്തത് നമ്മളെ 5th ചാപ്റ്റർ ആയിട്ടാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള തെർമോഡൈനാമിക്സ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ ദ ഐസോതെർമൽ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്? ഒരു ഗ്യാസ് ഫ്രീ എക്സ്പാൻഷൻ നമ്മൾ വിടുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച ഒരു പോയിന്റ്, ഒരുപാട് പ്രോബ്ലം വരുന്നുണ്ട്, ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ആവശ്യമുള്ളത്. എന്താണ് കോൺസെപ്റ്റ് മക്കളെ? അതായത് ഫ്രീ എക്സ്പാൻഷനിൽ വർക്ക് ഡൺ 0 ആയിരിക്കും. ഓക്കെ. ഒരു ഗ്യാസ് ഫ്രീലി എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സിസ്റ്റം ഒരു വർക്ക് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഫ്രീ എക്സ്പാൻഷൻ ആസ് ദ നെയിം സജസ്റ്റ്, ഫ്രീ എക്സ്പാൻഷൻ. സോ W is equal to 0 എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഇവിടുത്തെ ആൻസർ അല്ല. ഇനി നിങ്ങൾ ആലോചിക്കണം, W is equal to we have delta U is equal to Q plus W. ഈ റിലേഷൻ എന്താ? ഈ റിലേഷൻ്റെ പ്രത്യേകത ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്. അപ്പം ഇവിടെ എന്താണ്? W equal to 0. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല നമ്മുടെ ആൻസർ. നമുക്ക് നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സാധനമാണ് വേണ്ടത്. സോ A അല്ല നമ്മുടെ ആൻസർ. P external is equal to 0. എക്സ്റ്റേണൽ പ്രഷർ 0 ആയിരിക്കുമോ? എക്സ്പാൻഷൻ ആണ് പറയണത്. എക്സ്പാൻഷൻ പറയുമ്പോൾ എക്സ്റ്റേണൽ പ്രഷർ 0 ആയിരിക്കില്ല. Q equal to 0. Q equal to 0 എന്നുള്ള ആൻസർ തെറ്റാണ്. ആൻസർ ഏതാ? നോട്ട് കറക്റ്റ്. ഇതെല്ലാം കറക്റ്റാണ്. മീൻസ് P external is equal to 0. ആ ഒരു കണ്ടീഷനിൽ P external is equal to 0 അതൊക്കെയാണ്. Q equal to 0 അതും ഓക്കെയാണ് ആ കണ്ടീഷനിൽ. വർക്ക് ഡൺ ഇസ് 0. ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? D ആണ് ആൻസർ. ഇവിടെ ഡെൽറ്റ യു ഇസ് നോട്ട് ഈക്വൽ ടു 0 അല്ല, ഡെൽറ്റ യു ഇവിടെ 0 ആയിരിക്കും. ഫ്രീ എക്സ്പാൻഷൻ്റെ സമയത്ത് ഡെൽറ്റ യു അത് ഓർത്ത് വെച്ചോ, വർക്ക് ഡൺ 0 ആയിരിക്കും, Q 0 ആയിരിക്കും, ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എക്സ്റ്റേണൽ പ്രഷറിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ എക്സ്റ്റേണൽ പ്രഷർ ഈക്വൽ ടു 0 ആയിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. ഇവിടെ നമുക്ക് നോട്ട് കറക്റ്റ് എന്നുള്ളൊരു ഇതാണ് വേണ്ടത്. ഓക്കെ. അടുത്തതൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഡ്യൂറിങ് ദ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഫ്രം 2 liters to 10 liters അഗൈൻസ്റ്റ് എ കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ 1 atm. അപ്പോൾ ആദ്യം എക്സ്റ്റേണൽ പ്രഷർ അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 1 atm ആണ്. അപ്പോൾ ഒരു പ്രഷർ വോളിയം വർക്കാണ് നടക്കണം.
ശരിയല്ലേ? അപ്പോൾ ഇവിടെ പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടില്ല എക്സ്പാൻഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണോ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണോ എന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ എവിഡൻസ് നമുക്ക് തന്നിട്ടില്ല. സ്റ്റിൽ നമുക്ക് നോക്കാം. ഇനീഷ്യൽ വോളിയം നോക്കാം. ഡ്യൂറിങ് ദ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഫ്രം 2 liters to 10 liters. അപ്പോൾ ഫസ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ 2 liters. ഫൈനൽ വോളിയം എന്ന് പറഞ്ഞാൽ 10 liters. ഓക്കെ. എഗൈൻസ്റ്റ് എ കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ 1 atm. നമുക്കറിയാം വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഇത്രയും ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, -P∆V. ഓക്കെ, കേട്ടിട്ടുണ്ടോ? അപ്പം ഇവിടെ വിച്ച് ഇസ് ഈക്വൽ ടു -P ഇൻറ്റു ∆V എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വോളിയം അല്ലേ? V ഫൈനൽ മൈനസ് V ഇനീഷ്യൽ. ഓക്കെ, അപ്പം നമുക്ക് പറയാൻ പറ്റും -1 ഇൻറ്റു V ഫൈനൽ 10 -2. അപ്പം എത്ര വരും? -1 ഇൻറ്റു 10 - 2 8 വർക്കല്ലേ, ജൂൾ. ഓക്കെ, ഓർ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? തിരിച്ചു പറയാൻ പറ്റും. ഇതിൻ്റെ വാല്യൂ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക, +8 ജൂൾ എന്നും പറയാൻ പറ്റും. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിലാണ് നമ്മൾ നെഗറ്റീവ് എടുക്കുക. അപ്പോൾ ഏത് വാല്യൂ ഇപ്പോൾ ആൻസർക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 വാല്യൂവിനും മാർക്ക് കൊടുക്കണം എന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഈ ഇക്വേഷൻ ഒന്ന് നിങ്ങൾ എഴുതി വെക്കണം. W is equal to -P∆V. P എക്സ്റ്റേണൽ പ്രഷർ ഇൻറ്റു ∆V. ഇതിന് നമ്മൾ പ്രഷർ വോളിയം വർക്ക് എന്നാണ് നമ്മൾ പറയുക. ഇതിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു ഡെറിവേഷൻ നമുക്കുണ്ട്. ഡെറിവേഷൻ ചോദിക്കാറില്ല. സ്റ്റിൽ അതെങ്ങനെയാണുള്ളതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പ്രഷറും വോളിയം ചേഞ്ചും, അതായത് വോളിയം ചേഞ്ച് എന്നാൽ എങ്ങനെയാണ് മനസ്സിലായത്? ലിറ്ററിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഓക്കെ, നമ്മളോട് പറഞ്ഞ കാര്യം കിടക്കുന്നത് ലിറ്ററിലായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാതെ എന്താണ് ഈ പറഞ്ഞ സംഭവം എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് നിങ്ങളുടെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വിലിബ്രിയം എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഫോർ എ കെമിക്കൽ റിയാക്ഷൻ ദ റിയാക്ഷൻ ക്വഷ്യന്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പം റിയാക്ഷൻ ക്വഷ്യന്റ് ഗ്രേറ്റർ ദാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. predict the direction of reaction. ഇത് ആ ഒരു വർഷം തന്നെ കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഇക്വിലിബ്രിയത്തിലുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആ ഒരു റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ ആണോ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുക എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോ. റിയാക്ഷൻ കോഷ്യൻ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനേക്കാളും കൂടുതലാണെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെ അടുത്തേക്കുള്ള റിയാക്ഷനാണ് നടക്കുക. ഇതിൻ്റെ മീനിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് ഒരുപാടുണ്ട്, പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ കൂടുതലാണ് മീനിങ്. അപ്പോൾ പ്രൊഡക്റ്റിൽ നിന്നും റിയാക്റ്റൻറ്റിലേക്കുള്ള റിയാക്ഷൻ, ഇപ്പോൾ റിയാക്ഷൻ എഴുതാം വെറുതെ. സപ്പോസ് എയും ബിയും റിയാക്ട് ചെയ്യുന്നു, സിയും ഡിയും ഉണ്ടാവും. അപ്പോൾ ഇവിടെ റിയാക്ഷൻ കോഷ്യൻ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുക? ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുക. തിരിച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് റിയാക്ഷൻ കോഷ്യന്റിനേക്കാളും കൂടുതൽ എന്നുണ്ടെങ്കിലോ ഈ ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുക, ഫോർവേഡ് ഡയറക്ഷനിൽ. അപ്പോൾ അതൊന്ന് എഴുതി വെച്ചോ, ആവശ്യം വരും. അപ്പോൾ QC ഈസ് ഗ്രേറ്റർ ദാൻ K ആണെങ്കിൽ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ഇക്വിലിബ്രിയം ആണെങ്കിൽ എന്താ സംഭവിക്കുക? റിവേഴ്സ് ഡയറക്ഷനിൽ എന്ന് വെച്ചാൽ ബാക്ക്വേർഡ് റിയാക്ഷനും. എന്നാൽ KC ഈസ് ഗ്രേറ്റർ ദാൻ QC ആണെങ്കിൽ എന്താ സംഭവിക്കുക? KC അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് റിയാക്ഷൻ കോഷ്യന്റിനേക്കാളും കൂടുതൽ എന്നുണ്ടെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുക. സപ്പോസ് എപ്പോഴും ചിലപ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, QC ഈസ് ഈക്വൽ ടു KC എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണെങ്കിലോ ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. ശരിക്കും റിയാക്ഷൻ കോഷ്യന്റ് എഴുതുന്നു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതും സെയിം ആണ്, നമ്മൾ എഴുതുമ്പോൾ രണ്ടും സെയിം, പക്ഷേ അതിൻ്റെ വാല്യൂസ് ഡിഫർ. അതായത് ഇക്വിലിബ്രിയത്തിലുള്ള റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയത്തിലുള്ള കണ്ടീഷൻ മാത്രമാണ് നമ്മൾ KCയിൽ പരിഗണിക്കുക. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഈ ഇതുപോലെ എഴുതുന്നത് നമ്മൾ റിയാക്ഷൻ കോഷ്യൻ്റ് എന്നാണ് പറയാം. ഓക്കെ, അപ്പം അതിൻ്റെ കാര്യങ്ങളും നോട്ട്സും ഒക്കെ ഒന്ന് പ്രത്യേകം നോക്കിയേക്കുക ഇക്വിലിബ്രിയത്തിൻ്റെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. പ്രഡിക്റ്റ് ദ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, അപ്പം എഫക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളോട് പറഞ്ഞത് പ്രഷറിൻ്റെ ആണ് പറഞ്ഞത്. അപ്പോൾ N2 + 3H2 gives 2NH3. നമ്മൾ പഴയ പഠിച്ച ആ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി, ഒരുപാട് നമ്മൾ ആലോചിക്കൊന്നും വേണ്ട. N2 + 3H2 gives 2NH3. ഈ ഒരു കണ്ടന്റ് നമുക്ക് നോക്കാം.
എല്ലാം ഗ്യാസ് ആണ്, ഇപ്പോൾ പ്രഷർ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. നമുക്കറിയാം ഇവിടെ നമുക്ക് ഒരു N2 3 H2 കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് 2 മോൾ അമോണിയ ഉണ്ടാവുന്നത്. നമുക്ക് പറയാം അപ്പോൾ 1 + 3 4 മോൾ റിയാക്റ്റന്റ് നമുക്കുണ്ട്. എത്ര മോൾ പ്രോഡക്റ്റ് ഉണ്ട്? 2 മോൾ പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, 4 മോൾ റിയാക്റ്റന്റ് ഉണ്ട്, 2 മോൾ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്രഷർ കുറയും, ശരിയല്ലേ? 4 മോള് 2 മോളായിട്ട് കുറയും. ഇതാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന അതേ സംഭവമാണ്. 2 മോളായിട്ട് കുറയും അല്ലെ? നമ്പർ ഓഫ് മോൾസ് കുറയാണ്, പ്രഷർ കുറയും. സോ നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ, ഇഫ് വി ആർ ഇൻക്രീസിങ് ദ പ്രഷർ ഓഫ് ദ സിസ്റ്റം, ദിസ് പെർട്ടിക്കുലർ സിസ്റ്റം, എന്താ സംഭവിക്കുക? ഫോർവേഡ് റിയാക്ഷൻ മാക്സിമം നടന്നിട്ട് പ്രഷർ എന്ത് ചെയ്യും? കുറയും, അക്കോർഡിംഗ് ടു ലെ-ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ. ഇനി ബാക്ക്വേർഡ് ആലോചിക്ക്. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ്? 2 മോൾ പ്രോഡക്റ്റ് എന്തായിട്ട് മാറുന്നു? 4 മോൾ റിയാക്റ്റൻ്റ് ആയിട്ട് മാറുന്നു. എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് അവിടെ എന്ത് ചെയ്യുക ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ പ്രഷറും ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും ചെയ്യുക അല്ലേ? നമ്മൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു നിങ്ങളൊരു റൂം കൺസിഡർ ചെയ്യും, അതിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നിങ്ങളെ റൂമിൽ ഇപ്പോൾ നിങ്ങളാണെങ്കിൽ 2-3 പേരെ നോർമലി നിൽക്കുള്ളൂ, പക്ഷേ ഒരു 10 പേര് വന്നു. അപ്പോൾ അവിടെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രഷറും ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ പ്രഷറിൻ്റെ ചേഞ്ച് പറയാൻ. അപ്പം ഇഫ് വി ആർ ഡിക്രീസിങ് ദ പ്രഷർ ഓഫ് ദിസ് പെർട്ടിക്കുലർ സിസ്റ്റം, എന്താ സംഭവിക്കുക? അതിലുള്ള സിസ്റ്റം എന്ത് ചെയ്യും? ബാക്ക്വേർഡ് റിയാക്ഷൻ മാക്സിമം നടത്തിയിട്ട് പ്രഷറിനെ മാക്സിമം കൂട്ടാൻ നോക്കും. ഈ 2 4 ആവുന്നത് നിങ്ങൾ 10th മുതലേ പഠിക്കുന്ന സംഭവമാണ്. ടെമ്പറേച്ചർ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ക്ലൂ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ക്ലൂ? ΔH = -92.38 എന്ന് പറഞ്ഞാൽ വെരി ഗുഡ്, ദാറ്റ്സ് എക്സോതെർമിക് റിയാക്ഷൻ. ΔH നെഗറ്റീവ് ആവുന്ന റിയാക്ഷനാണ് നമ്മൾ എന്ത് പറയാം? എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, N2 + 3H2 gives 2NH3 പ്ലസ് ഹീറ്റ് എന്ന് എഴുതാൻ പറ്റും അല്ല? അതിന് പകരമാണ് ഇപ്പോൾ എക്സോതെർമിക് എന്നുള്ളൊരു ക്ലൂ തന്നത്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക് റിയാക്ഷൻ. ഫോർവേഡ് എക്സോതെർമിക് റിയാക്ഷൻ നടന്നാൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ? ഇപ്പോൾ സപ്പോസ് വിറക് കത്തിക്കുന്ന ഒരു ഏരിയ, അവിടേക്ക് നിങ്ങൾ പോയി നിന്നാൽ ഹീറ്റ് അനുഭവപ്പെടും അല്ലെ? ടെമ്പറേച്ചർ അവിടെ കൂടും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ. ഇനി തിരിച്ചുള്ള ഈ റിയാക്ഷൻ നോക്കുക നിങ്ങൾ, അത് എൻഡോതെർമിക് റിയാക്ഷനാണ്, ശരിയല്ലേ? അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ അല്ല, അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ടൈപ്പ് റിയാക്ഷനാണ്? എൻഡോതെർമിക് റിയാക്ഷനാണ്. ടെമ്പറേച്ചർ കുറയും. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുള്ളൂ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എൻഡോതെർമിക് റിയാക്ഷൻ നടന്നിട്ട് ആ ടെമ്പറേച്ചറിനെ കുറയ്ക്കും. ഓക്കെ, നമ്മൾ സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാലോ എക്സോതെർമിക് റിയാക്ഷൻ നടന്നിട്ട് ടെമ്പറേച്ചറിനെ കൂട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ആലോചിക്കണം. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും എഫക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പല ആൾക്കാർ തെറ്റിക്കാറുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ റിപ്പീറ്റഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല, അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാലൻസ് ദ ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ ഇൻ അസിഡിക് മീഡിയം. ഈ ഒരു കാര്യവും ഓർത്ത്, ചില വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അസിഡിക് ആണോ ബേസിക് ആണോ എന്നുള്ളത്. അപ്പോൾ ഇവർ പ്രത്യേകിച്ച് മെത്തേഡൊന്നും പറഞ്ഞിട്ടില്ല. ഹാഫ് റിയാക്ഷൻ മെത്തേഡോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഹാഫ് റിയാക്ഷൻ മെത്തേഡാണ്. എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് അതാണ് തോന്നിയത്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഹാഫ് റിയാക്ഷൻ ചൂസ് ചെയ്തിട്ട് ചെയ്യാൻ പോവാണ്. ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആരാണ് ഓക്സിഡൈസ് ചെയ്തത് ആരാണ് റെഡ്യൂസ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ Fe2+, ഇവിടെ Fe3+. അപ്പോൾ ഇയാൾ ഓക്സിഡൈസ് ആയി എന്ന് മനസ്സിലാക്കാം. ആണോ? ഇവിടെ ക്രോമിയത്തിൻ്റെ ഇവിടുത്തെ ആറ്റമിക് ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ക്രോമിയം ഞാൻ സപ്പോസ് X കൊടുക്കുക വിചാരിക്കാം. അപ്പം X+ ഓക്സിജൻ -2 × 7 ടോട്ടൽ ചാർജ് -2. അപ്പോൾ X+ -2 × 7 -14 = -2. അപ്പം X = 12 - 2x അല്ല 2x വരും അല്ലേ? കാരണം Cr2. അപ്പം 2x = അപ്പോൾ 2x = 12, x = +6. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതും? ഓക്കെ, ഇവിടെ നമുക്ക് +6 കൊടുക്കാൻ പറ്റും. ഓക്കെ ആണോ?
അപ്പോൾ +6 ഇവിടെ +3. അപ്പോൾ ഇയാൾ റെഡ്യൂസായി. ഓക്കെ, ഇനി ആ രണ്ട് ഇക്വേഷൻ ഞാൻ അങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. Cr2O7 ഇതേ മോഡൽ ക്വസ്റ്റ്യന് വരും. ഞാൻ ഇത് വൃത്തിക്ക് പറഞ്ഞുതരാം, എന്നാൽ പിന്നെ നമുക്ക് അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഗീവ്സ് Cr3+. അതാണ് എന്ത് റിഡക്ഷൻ്റെ ഇക്വേഷൻ. അടുത്തത് ഞാൻ ഓക്സിഡേഷൻ്റെ ഇക്വേഷൻ എഴുതാം. രണ്ട് സൈഡിലാക്കി എന്നിട്ട് നമുക്ക് ഒരുമിച്ച് എഴുതാം. ഓക്സിഡേഷൻ്റെ ഇക്വേഷൻ എന്താ? Fe2+ ഗീവ്സ് Fe3+. ഇതാണ് രണ്ട് ഇക്വേഷൻ ആദ്യം എഴുതി വെക്കുക. എന്നിട്ട് ഞാൻ നോക്കുകയാണ് ഹൈഡ്രജനും ഓക്സിജനും അല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അയാളെ ബാലൻസ് ചെയ്യാൻ പോവാം. ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ഒരാളാണ് ക്രോമിയം. ഇവിടെ 2 ക്രോമിയം കാണുന്നില്ലേ, Cr2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 2 പോയിട്ടുണ്ട്, ഒരു സ്റ്റെപ്പ്. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ആരുമില്ല. ആറ്റം വൈസ് നോക്കുമ്പം രണ്ടിലും ഒരു Fe ഉള്ളൂ. ചാർജ് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ ബാലൻസ് ചെയ്യണം. നമ്മളെ ഇക്വേഷനിൽ ഹൈഡ്രജൻ ഇല്ല. ഓക്കെ, ഓക്സിജൻ ഉണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ അയാളെ നമ്മൾ ഇപ്പം 7 ഓക്സിജൻ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് പർട്ടിക്കുലർ ആയിട്ട് എന്ത് ചെയ്യും? വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കും. +7H അടുത്ത സ്റ്റെപ്പിൽ എഴുതാം, അല്ലെ പിന്നെ കൺഫ്യൂഷൻ ആവും നമുക്ക്. അപ്പം Cr2O7 ഗീവ്സ് 2 Cr3+ എന്ന് ആദ്യമേ നമ്മൾ എഴുതി വെച്ചു. പ്ലസ് എന്താണ്? 7H2O. ഈ 7 എങ്ങനെ വന്നു? ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് 7 ഓക്സിജനെ കിട്ടണം, ബാലൻസ് ആവണം. ഓക്കെ, ഇവിടെ നമുക്ക് അങ്ങനെ ആ ഒരു സ്റ്റെപ്പിൽ ഒന്നും ചെയ്യാനില്ല. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഇവിടെ 14 ഹൈഡ്രജൻ വന്നു. ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ഹൈഡ്രജൻ H+ ആഡ് ചെയ്ത് കൊടുക്കുക. അസിഡിക് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. +14 ഹൈഡ്രജൻ ഗീവ്സ് 2 Cr3+ +7H2O. ആറ്റം വൈസ് എല്ലാം ബാലൻസ് ആയി. ഇനി നമ്മൾ എന്ത് നോക്കണം? ചാർജ് നോക്കണം. ഇവിടെ നമുക്ക് ആറ്റം വൈസ് ഒന്നും ബാലൻസ് ചെയ്യാനില്ല, അതുകൊണ്ടാണ് നമ്മൾ ഓക്സിഡേഷൻ ഭാഗം അങ്ങനെ ഇട്ടിരിക്കുന്നത്. ആറ്റം വൈസ് ചാർജ് നോക്കിയാൽ ഇവിടെ 2 മൈനസ് ചാർജ്, 14 പ്ലസ് ചാർജ്, H+ ആണ്. എനിവേ 14 പ്ലസും 2 മൈനസും ടോട്ടൽ ചാർജ് എത്ര? 14 - 2 ഇപ്പം 12. ഇവിടെ 6. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6 പോസിറ്റീവ് ചാർജും ഉണ്ട്, ഇവിടെ 12 പോസിറ്റീവ് ചാർജും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു 6 നെഗറ്റീവ് ചാർജ് ഇട്ടാൽ ഈക്വൽ ആയില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 6 നെഗറ്റീവ് ചാർജ് ഇരുന്നു. Cr2O7 2- +11H+ +6 ഇലക്ട്രോൺ. എന്തുകൊണ്ട് ഇവിടെ 6 ഇടാൻ കാരണം? ഇവിടെ 12 ഉണ്ട്, ഇവിടെ 6. 6 എങ്ങനെ കിട്ടി? Cr3+ 3, 2 Cr3+ ആകുമ്പോൾ 6. സോ ഇവിടെ 12 പോസിറ്റീവ് ചാർജ്, ഇവിടെ 6 പോസിറ്റീവ് ചാർജ്. അപ്പം ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ ഇലക്ട്രോൺ വെച്ചിട്ട് ചാർജ് കൊടുക്കുന്നു. ഗീവ്സ് 2 Cr3+ +7H2O. ഈ സമയത്താണ് ഇപ്പം ഇവിടെ എല്ലാം ഈക്വലായി. 2 ക്രോമിയം ചാർജൊക്കെ ഈക്വൽ ആണ്, ഹൈഡ്രജനും കാര്യങ്ങളൊക്കെ ഈക്വൽ ആണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരാം. ഇവിടെ Fe2+, ഇവിടെ Fe3+. അപ്പോൾ എവിടെയാണ് ചാർജ് കൂടുതൽ എന്ന് നോക്കുക. ഇവിടെയാണ് ചാർജ് കൂടുതൽ. ഈ ചാർജ് നമ്മൾ കുറയ്ക്കണം. എത്ര കുറയ്ക്കണം? 2+ലേക്ക് കൊണ്ടുവരണം. 1 കുറച്ചാൽ മതി, 1 ഇലക്ട്രോൺ, 1 നെഗറ്റീവ് മതി. അപ്പം Fe2+ ഗീവ്സ് Fe3+ +1 ഇലക്ട്രോൺ. ഇവിടെ നമ്മളൊരു പണി ചെയ്യും, കാരണം ഇവിടെ ലെഫ്റ്റിൽ 6 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെയും 6 ഉണ്ടെങ്കിൽ എന്താണ്? 2 കൂടെ ക്യാൻസൽ ആയിക്കോളും. അപ്പോൾ നമ്മൾ മൊത്തം ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യും? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി എഴുതി നോക്കുക. 6 Fe2+ ഗീവ്സ് 6 Fe3+ +6 ഇലക്ട്രോൺ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അതായത് നമുക്ക് ഇവിടെ 12 ഇലക്ട്രോൺ ഉണ്ടാവും, ചാർജ് ഉണ്ടാവില്ല. 6 × 2 12 പോസിറ്റീവ് ചാർജ്, ഇവിടെ 18 - 6 12 പോസിറ്റീവ് ചാർജ്. ഇനി എല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതണം. അതാണ് നമ്മൾ അടുത്ത പണി. അപ്പോൾ ആദ്യം നമ്മൾ ഇഷ്ടം പോലെ അത് എഴുതാം. Cr2O7 2- +14H+ +6 ഇലക്ട്രോൺ. ഇനി അവിടുത്തെ ലെഫ്റ്റ് കൺഫ്യൂഷൻ ആവരുതേ, ഈ ലെഫ്റ്റ് +6 Fe2+, അത്രയല്ല ലെഫ്റ്റിൽ. ഗീവ്സ് ഇവിടെ എന്തൊക്കെ ഉണ്ട്? 2
Cr3 പ്ലസ് 7H2O പ്ലസ് അവിടെ 6 Fe3 പ്ലസ് അവിടെ എന്തുണ്ട് ഒരു 6H പ്ലസ് 6 ഇലക്ട്രോൺ ഇല്ലേ ഇതാകെ കൊളായോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല വളരെ എളുപ്പമാണ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഇനി എന്ത് ചെയ്യുക രണ്ട് ഭാഗത്തും 6 ഇലക്ട്രോൺസ് ഇല്ല ലെഫ്റ്റിലും റൈറ്റിലും 6 ഇലക്ട്രോൺസ് ഉണ്ട് രണ്ടും അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം കണ്ണും പൂട്ടി ക്യാൻസൽ ചെയ്യുക ഇത് രണ്ടും അപ്പം ഇതാണ് നമ്മളുടെ ബാലൻസ്ഡ് റിഡോക്സ് റിയാക്ഷൻ്റെ ഇക്വേഷൻ ഓക്കെ റിഡോക്സ് റിയാക്ഷൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ ബാലൻസ് ചെയ്യുക അപ്പോൾ ആദ്യം എന്ത് നോക്കണം ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത എലമെൻസിനും ഒക്കെ എന്ത് ചെയ്യണം ആദ്യം ബാലൻസ് ചെയ്തിട്ടേക്കണം എന്നിട്ട് ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വരിക എങ്ങനെ H2O കൊടുത്തിട്ട് കറസ്പോണ്ടിങ് പുറത്ത് എന്ത് ചെയ്യുക H+ ആഡ് ചെയ്യുക ആസിഡ് മീഡിയ ആണെങ്കിൽ ബേസിക് മീഡിയ ആണെങ്കിൽ ഇവിടെ എന്താ ചെയ്യുക നമ്മൾ H+ ആഡ് ചെയ്ത സെയിം എമൗണ്ട് OH- ആഡ് ചെയ്യും ഓക്കെ ഞാൻ പിന്നെ ബേസിക് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ പറയാം അപ്പം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ ഒന്ന് പുറകോട്ട് പോയി വീഡിയോ ഒന്നുകൂടി കണ്ടിട്ട് എന്ത് ചെയ്യുക ഇത് നന്നായിട്ട് പഠിക്കുക ഇത് രണ്ട് ഹാഫ് സെല്ലുകൾ പോലെ ഹാഫ് സെല്ലല്ല രണ്ട് ഹാഫ് റിയാക്ഷൻസ് പോലെ വേണം പോകാൻ അതുകൊണ്ടാണ് ഇതിന് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് പേര് കൊടുക്കാൻ കാരണം മനസ്സിലായോ ഓക്കെ അടുത്തത് നിങ്ങളുടെ എല്ലാം വളരെ ഇഷ്ടം ഉള്ള ഓർഗാനിക് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ Which of the following compound does not show cis-trans isomerization? Cis-trans isomerization കാണിക്കാത്ത ആൾക്കാർ ആരൊക്കെയാണെന്നാണ് ചോദിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട് CHCl ഡബിൾ ബോണ്ട് CHCl CH3 CH ഡബിൾ ബോണ്ട് CH3 ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ നിങ്ങൾക്ക് ഇത് തന്നെ മനസ്സിലാവും പെട്ടെന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുക എങ്ങനെ മനസ്സിലാവും ആൻസർ ഏതാ ഞാൻ പറയാം ലോജിക്കലി ആലോചിച്ച് ഞാൻ പറയാം ഡി ആണ് ആൻസർ ലോജിക് ആദ്യം ലോജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കൂ എല്ലാവരെയും ഡബിൾ ബോണ്ടിൽ വെച്ച് എല്ലാവരും ഞാൻ കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പം ഈ ആദ്യത്തെ മൂന്നെണ്ണത്തിലും എനിക്ക് ഈക്വൽ ഹാഫ് അല്ലേ കിട്ടണത് അതായത് ഇവിടെ CHCl ഇവിടെ അതേപോലെ CH3CH അല്ലേ അല്ലെങ്കിൽ CH തിരിച്ചും വായിക്കാം CH3CCl CCl പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയാണോ അല്ല അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട് സിസ്-ട്രാൻസ് ഐസോമറൈസേഷൻ കാണിക്കില്ല ഇവർ നമ്മൾ EZ ഐസോമർ എന്നൊക്കെയാണ് പറയുക അത് പോട്ടെ നിങ്ങൾക്ക് പഠിക്കാനില്ല അപ്പോൾ സിസ്-ട്രാൻസ് ഐസോമർ കാണിക്കണേ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ്സ് അപ്പുറം ഇപ്പുറം എന്താവണം സെയിം ആയിരിക്കണം എന്നാലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഏതാണ് സിസ് ഏതാണ് ട്രാൻസ് എന്നുള്ളത് അതൊരു ജോമെട്രിക്കൽ ഐസോമർ ആണ് നിങ്ങൾ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ജോമെട്രിക്കൽ ഐസോമർ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കിട്ടി ആദ്യം നോക്കേണ്ടത് ഇവിടെ ഇത് മുറിച്ച് വെക്കുക എന്നിട്ട് ഈക്വൽ ഹാഫ് ആണെങ്കിൽ സെറ്റ് കാണിക്കും ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല കാണിക്കില്ല ഓക്കെ അടുത്തത് ഡ്രോ ദ ന്യൂമാൻ പ്രൊജക്ഷൻസ് ഓഫ് എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫോർമേഷൻ ഓഫ് ഈഥേൻ രണ്ട് പ്രൊജക്ഷനും പഠിക്കണം ന്യൂമാൻ പ്രൊജക്ഷനും സോഹോഴ്സ് പ്രൊജക്ഷനും ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ വട്ടം ഓക്കെ എന്താണ് ഈ പ്രൊജക്ഷൻ്റെ ഒക്കെ ഒരു മീനിങ് സപ്പോസ് നിങ്ങൾ രണ്ട് ഇപ്പം നമ്മളെ ഈഥേൻ മോളിക്യൂള് CH3 അത് ഇവിടെ ഒരു കാർബൺ ആ കാർബണിനെ ഞാനിതാ ഈ ഒരു ഡയറക്ഷനിൽ നോക്കുന്നു ഓക്കെ ഇവിടെ ഒരു കാർബൺ ഇരിക്കുന്നു ഞാൻ ഈ ഡയറക്ഷനിൽ നോക്കുന്നു അതാണ് സംഭവം അപ്പോൾ എനിക്ക് മുന്നിലുള്ള കാർബണിൻ്റെ 3 ഹൈഡ്രജനും കൃത്യമായിട്ട് കാണാൻ പറ്റും പുറകിലും ഇതേപോലെ അല്ലേ രണ്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കണം നിങ്ങൾ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ വന്ന് നിങ്ങൾ ഈ ബോർഡിൻ്റെ ഡയറക്ഷനിൽ ഇങ്ങനെ ഇവിടുന്ന് നോക്കുകയാണ് അപ്പം ഈ നടുക്ക് കാണുന്ന ആളാണ് കാർബൺ അല്ലേ ആ ബോണ്ടൊന്നും കാണാൻ പറ്റില്ല ഈ ബോണ്ട് കാണാൻ പറ്റില്ല കാരണം ഇവിടെ നിങ്ങളെ കാർബൺ ഇരിക്കുകയാണ് ഓക്കെ ഇനി എന്ത് ചെയ്യുക എക്ലിപ്സ്ഡ് എന്നാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇതാ ഇതിൻ്റെ പുറകിൽ വരുന്ന രീതിയിലൊരു ഹൈഡ്രജൻ ഇങ്ങനെ പിന്നെ ഇങ്ങനെ അതായത് ഇവർക്ക് പുറകിലാണ് ശരിക്കും നമുക്കിത് കാണാൻ പറ്റില്ല നമ്മളിതിങ്ങനെ കാണിക്കുകയാണ് 3D റെപ്രസെൻറ്റേഷനാണ് വൃത്തിക്ക് വരച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് നമ്മൾ പറയും എക്ലിപ്സ്ഡ് എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഇങ്ങനെ രണ്ടും ഇങ്ങനെ ആയിരിക്കാം അപ്പോൾ ഒരാളങ്ങോട്ട് മാറ്റിയാലേ അടുത്ത ആളെ കാണുള്ളൂ ആ രീതിയിലാണ് ഉണ്ടാവുക അതാണ് എക്ലിപ്സ്ഡ് സ്റ്റാഗേർഡ് പറഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതേപോലെ ഹൈഡ്രജൻ മറ്റേ ആളെ തല കുത്തി പിടിക്കുക
ഇതാണ് സ്റ്റാഗേർഡ്. എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും. അതായത് പുറകിലുള്ള കാർബണിലുള്ള ഹൈഡ്രജൻ ആണ് ഈ കാണിച്ചത്, അത് ഇവരുടെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. ഇതാണ് ഏറ്റവും സ്റ്റേബിൾ കൺഫോർമേഷൻ എന്ന് പറയുന്നത്, സ്റ്റാഗേർഡ് കൺഫോർമേഷൻ. നിങ്ങൾ സൈക്ലോക്സൈനൊക്കെ മുന്നോട്ട് പഠിക്കുമ്പോൾ അവിടെ പഠിക്കും. സ്റ്റാഗേർഡ് കൺഫോർമേഷൻ ആണ് ഏറ്റവും ഇത്. ഗൗഷ്യ എന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റേജുകളുണ്ട്. സ്റ്റാഗേർഡ് കൺഫോർമേഷൻ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ, ബോണ്ട് ആംഗിൾ ഇത്രയും വ്യത്യാസം ഉണ്ടാവും. ഇതിൻ്റെ പ്രോപ്പർട്ടീസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എക്ലിപ്സും സ്റ്റാഗേർഡും വരയ്ക്കാൻ പഠിക്കണം, സോഹോഴ്സും വരയ്ക്കാൻ പഠിക്കണം കേട്ടോ. അപ്പം അത് വിട്ടു പോകരുത്. ഓക്കെ, അടുത്തത് അഗെയിൻ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് CO2 ഇൻ ഗ്രാം പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ 3 mol CH4 പ്ലസ് 2 mol O2 അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ. എത്ര CO2 പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, CH4 1 mol എടുത്തു കഴിഞ്ഞാൽ 2 mol ഓക്സിജൻ അതുമായിട്ട് റിയാക്ട് ചെയ്യുക. എത്ര മോൾ CO2 ഉണ്ടാവും മക്കളെ? 1 mol CO2 ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ മാസാണ് ചോദിച്ചത്. 16 gram മീഥേൻ അല്ലെ, CH4 എന്ന് പറഞ്ഞാൽ കാർബൺ 12, 4 ഹൈഡ്രജൻ, 12 4 16 ഗ്രാം മീഥേന് കത്താൻ വേണ്ടിയിട്ട് 2 മോൾ ഓക്സിജൻ വേണം. ഓക്സിജൻ 1 16 2 32 2 3 പറയുമ്പോൾ 64 ഗ്രാം ഓക്സിജൻ ആവശ്യമുണ്ട്. അപ്പോൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? 44 ഗ്രാം CO2 ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. പ്ലസ് എത്ര വെള്ളം പ്രൊഡ്യൂസ് ചെയ്യും? H2O 18 ആണ്. 2 H2O എന്ന് പറയുമ്പോൾ 36 ഗ്രാം H2O പ്രൊഡ്യൂസ് ചെയ്യും. എന്താ നമ്മളോട് ചോദിച്ചത്? മാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ 3 mol CH4 ആൻഡ് 2 mol ഓക്സിജൻ. അപ്പോൾ 3 mol CH4 എന്ന് പറഞ്ഞാൽ ഇത് 1 മോളുടെ കേസാണ്. സപ്പോസ് നിങ്ങൾ 3 mol ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 16 × 3 വേണ്ടി വരും. ഓക്കെ, അപ്പോൾ 16 × 3 എന്ന് പറയുമ്പോൾ എത്ര വരും മക്കളെ? 48 ഗ്രാം. 3 മോളുടെ കേസ്, ഇത് 1 മോളുടെ കേസാണ്. 1 മോൾ. ഇനി 3 മോളുടെ കേസ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. 3 മോൾ മീഥേൻ ഗ്യാസിന് കത്താൻ വേണ്ടിയിട്ട് എത്ര ഗ്രാം ഓക്സിജൻ എടുക്കേണ്ടി വരും? 2 മോൾ മതിയാവോ? പോരാ. മതിയാവോ? 1 മോൾ കത്തണമെങ്കിൽ തന്നെ 2 മോൾ ഓക്സിജൻ വേണ്ടി വരും. അപ്പോൾ 2 മോൾ കത്തണമെങ്കിലോ 4 മോൾ ഓക്സിജൻ വേണ്ടി വരും അല്ലേ? അപ്പോൾ ഈ ഒരു കേസിൽ 48 ഗ്രാം മീഥേൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ 64 ഗ്രാം ഓക്സിജനെ അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അതായത് 2 മോൾ ഓക്സിജനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 48 ഗ്രാം മീഥേൻ നമ്മൾ എടുക്കണം 3 മോൾ കത്തണം എന്നുണ്ടെങ്കിൽ. നമുക്ക് പക്ഷേ 64 ഗ്രാം ഓക്സിജനേ ഉള്ളൂ. എന്താ നമുക്ക് ഉണ്ടാവുക? 44 ഗ്രാം ഓക്സിജൻ തന്നെ അല്ലേ ഉണ്ടാവുക. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ 48 ഗ്രാമിലുള്ള റിയാക്ഷൻ എന്ത് ചെയ്യില്ല? നടക്കില്ല. മാത്രമല്ല ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? ഓക്സിജൻ ആണ്. അതായത് 1 മോൾ മീഥേൻ കത്തണമെങ്കിൽ 2 മോൾ ഓക്സിജൻ വേണം. നമ്മൾ അത് വെച്ച് 3 മോൾ മീഥേൻ കത്തിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. കാരണം ഓക്സിജൻ അവിടെ ഇല്ല, 2 മോളെ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ ലിമിറ്റ് ചെയ്യുന്നത് ആരാണ്? റിയാക്ഷൻ ലിമിറ്റ് നിർത്തുന്ന ആരാണ്? ഓക്സിജൻ ആണ്. ശ്രദ്ധിക്കുക. അടുത്തത് നിങ്ങൾക്ക് അറിയുന്നതാണ് സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ ഗീവ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. അത് ഞാൻ പ്രത്യേകം പറയില്ല. മോഡേൺ പീരിയോഡിക് ലോ പഠിച്ചേക്കുക. പീരിയോഡിസിറ്റിയിലുള്ള മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുമ്പോൾ എന്താ വരിക? ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് the physical and chemical properties of an element is the periodic function of their atomic number. Okay, ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കളേർഡ് കോമ്പൗണ്ട്സ് പറയാം, പിന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യം പറയാം, വേറെന്ത് പറയാം? അങ്ങനെ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന കാര്യം പറയാം. ഡിപ്പെൻസ്, നിങ്ങൾ എഴുതുന്ന പോലെ ഇരിക്കും. എനി 2 എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് മോർ നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ഫ്ലൂറിൻ. എക്സ്പ്ലെയിൻ. കാര്യം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണെന്ന് നിങ്ങൾ ആദ്യം പറയണം. ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ് വെൻ ആൻ ഇലക്ട്രോൺ ആഡഡ് ടു എ ആറ്റം ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ, ഒരു ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റത്തിലേക്ക് നിങ്ങൾ ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പം റിലീസ് ചെയ്യുന്ന എനർജിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. റിലീസ് ചെയ്യുന്ന ഒരു എൻതാൽപ്പിനെ നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പറയാം. ക്ലോറിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിനേക്കാളും കുറച്ച് നെഗറ്റീവ് ആണ്. അതിനുള്ള റീസൺ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ നമ്മൾ എഴുതും? ആദ്യം നിങ്ങൾ ഫ്ലോറിൻ്റെ ആറ്റമിക് നമ്പർ, ക്ലോറിൻ്റെ ആറ്റമിക് നമ്പർ എഴുതുക, കോൺഫിഗറേഷൻ എഴുതി വെച്ചേക്കുക. ക്ലോറിൻ്റെ കേസിൽ
ഇതാണ് കേസ്. ഇവിടെ രണ്ടാളും പി ബ്ലോക്കിലുള്ള ഗ്രൂപ്പ് 17 എലമെന്റ്സ് ആണ്. രണ്ടാളുടെ വാലൻസിൽ 5 ഇലക്ട്രോൺ ഉള്ളത്. സ്റ്റിൽ ഡിഫറൻസ് ഉണ്ട്. ഒരാൾ 2p ഓർബിറ്റിലാണ്, ഒരാൾ 3p ഓർബിറ്റിലാണ്. അപ്പം ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഫ്ലൂറിനിലാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ്, ഈസി ടു എൻ്റർ, ബിക്കോസ് ഫ്ലൂറിൻ ഈസ് എ സ്മോൾ എലമെൻറ്റ് കമ്പയർ ടു ക്ലോറിൻ. ഓക്കെ, അത്രത്തോളം എനർജി റിലീസ് ചെയ്യില്ല. എനർജി ഭയങ്കരമായിട്ട് നമ്മൾ എനർജി നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ നീഡഡ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. റിലീസ് ചെയ്യുന്ന എനർജി കൂടുതൽ, റിലീസ് ചെയ്യുന്നതോടെ നെഗറ്റീവ് കൊടുത്തത്, ആ എനർജി കൂടുതലാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ആഡ് എ ഇലക്ട്രോൺ ടു ഹിയർ. നിങ്ങൾക്കിത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ക്ലോറിൻ, ആ ഒരു സെയിം രീതിയിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതൊരു സ്മോൾ എലമെൻ്റ് ആണ്, ഫ്ലൂറിൻ ക്ലോറിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ എലമെൻ്റ് ആണ്, അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. മാത്രമല്ല ഫ്ലൂറിൻ്റെ വാലൻസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ 2p ഓർബിറ്റിലാണ്, ക്ലോറിൻ്റെ വാലൻസ് ഓർബിറ്റൽ 3p ഓർബിറ്റിലാണ്. രണ്ടിലേക്കും ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പം ഡിഫറൻസ് ഉണ്ട്. ഏതാണ് മോർ ബിഗ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ ഷെല്ലിലെ p ഓർബിറ്റിലും ഇത് മൂന്നാമത്തെ ഷെല്ലിലെ p ഓർബിറ്റിലുമാണ്. സോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഭാഗം ഒന്ന് നോക്കി വെക്കുക, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിൻ്റെ. What do you mean by dipole moment? Dipole moment is nothing but is a measure of the polarity of a molecule, or you can say that it is the product of charge to distance. അതായത് രണ്ട് ചാർജ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ സം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് q ഇൻറ്റു ഡിസ്റ്റൻസ് d ആണെന്ന് കൊടുക്കുക. q ഇൻറ്റു dനെയാണ് നമ്മൾ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയാം. മൊമെൻറ്റ്. ഓക്കെ, അത് മതി. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് പൊളാരിറ്റി പറയാം, അല്ല ഈ ഒരു എക്സാമ്പിൾ പറയാം. ഡൈപോൾ മൊമെന്റ് ഓഫ് BF3 ഈസ് 0, ഡൈപോൾ ആൻഡ് ദാറ്റ് ഓഫ് NH3 ഈസ് നോട്ട് 0. വൈ? നിങ്ങളെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്റർ എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ അത് പറയണമെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ഷേപ്പ് കൃത്യമായി അറിഞ്ഞിരിക്കണം. BF3ൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ട്രയഗണൽ പ്ലനാർ ഷേപ്പാണ്, ഒരു ട്രയാങ്കിൾ പോലെയാണ് BF3 ഇരിക്കുക. NH3ൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? NH3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് വരയ്ക്കരുത്. NH3ൻ്റെ ഷേപ്പ് ഒരു പിരമിഡൽ ഷേപ്പാണ്. ഇയാൾക്കൊരു ലോൺ പെയർ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം. അപ്പോൾ എന്താ പ്രത്യേകത? നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ഭാഗത്തേക്കാണ് നമ്മൾ എന്ത് വരയ്ക്കുക? ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ BF3 നോക്ക്. BF3 എന്താ പ്രത്യേകത? മൂന്ന് ഡയറക്ഷനിലേക്കാണ് പോയത് എന്ന് പറയുമ്പോൾ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്താ? നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. അതേസമയം NH3 എന്ന് പറയുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ആർക്കാണ് കൂടുതൽ? H-നാണോ N-നാണോ? N-നാണ്. അപ്പോൾ നമ്മൾ N-ൻ്റെ അടുത്തേക്കാണ് ഡയറക്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഈ ഡയറക്ഷനിൽ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡൈപോൾ മൊമെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഒരു ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ എലമെൻ്റ് ഉള്ള ആ ഡയറക്ഷനിലേക്കാണ് ഡൈപോൾ മൊമെന്റ് നമ്മൾ കൊടുക്കുക. സോ ആ ഒരു ഇവിടെ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, പക്ഷേ ഇവിടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും? 0 ആണ്. കാരണം ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്കാണ് എല്ലാം പോയിട്ടുള്ളത്. ഓക്കെ, അതാണ് അതിൻ്റെ റീസൺ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെ ആൻസർ കഴിയുമ്പം എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്ട്രക്ചർ ഹൈലൈറ്റ് ചെയ്ത് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക. അടുത്തത് ഡിഫൈൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി വിച്ച് വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലുള്ള എന്താണ് നമ്മുടെ കമ്പോസിഷൻ, അതായത് ഒരു സിസ്റ്റത്തിലുള്ള മാറ്ററിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരെയാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുക. ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും. ഇതിൽ ആരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ്. I ഓർത്ത് വെക്കുക. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എമൗണ്ട് അല്ലെ മാസ്. ഇൻഡിപെൻഡൻറ്റ് ആരാണ്? ഇൻറ്റൻസീവ്. I. ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആരാണ്? എക്സ്റ്റെൻസീവ്. ഡിപ്പെൻഡൻ്റ് ഈസ് എക്സ്റ്റെൻസീവ്. അപ്പോൾ ഇവിടെ എൻതാൽപ്പി, മോളാർ വോളിയം, ഹീറ്റ് കപ്പാസിറ്റി, ഇന്റേണൽ എനർജി ആരാണ് ഇൻഡിപെൻഡൻറ്റ്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആരാണ്? ആൻസർ മോളാർ വോളിയാണ്. മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ വോളിയത്തിനാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയാം. ഒരു മോൾ ഇപ്പം സബ്സ്റ്റൻസ് മീൻസ് ഒരു മോൾ ഗ്യാസിൻ്റെ വോളിയത്തിന് നമ്മൾ പറയും മോളാർ വോളിയം എന്ന് പറയും. ഓക്കെ, ഒരു സ്പെഷ്യൽ കണ്ടീഷൻ കൊടുത്തിട്ട് നമ്മളിപ്പം STP എന്നൊക്കെ പറയുന്നില്ല. അതേപോലെ
ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും ഉള്ള ഒരു ഗ്യാസിൻ്റെ വോളിയാണ് മോളാർ വോളിയം. മോളാർ വോളിയത്തിൽ നിങ്ങൾ ഏത് ഗ്യാസ് എടുത്താലും മോളാർ വോളിയത്തിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിളേ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾ ആ ഒരു ഗ്യാസ് മാറ്റി എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, മോളാർ വോളിയം മാറുന്നില്ല. അപ്പം നിങ്ങൾ 2 മോൾ ഗ്യാസ് എടുത്താലും 3 മോൾ ഗ്യാസ് എടുത്താലും 5 മോൾ ഗ്യാസ് എടുത്താലും മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മോൾ ഗ്യാസിൻ്റെ വോളിയാണ്. ഒന്ന് ആലോചിക്കുക. അതേസമയം എൻതാൽപ്പി അങ്ങനെയല്ല, അത് നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഇപ്പം ഉണ്ടാവുന്ന എൻതാൽപ്പി ഉണ്ടാവുന്ന ആ പ്രൊഡക്റ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഹീറ്റ് കപ്പാസിറ്റി, ഇന്റേണൽ എനർജി ഒക്കെ അങ്ങനെ. അതേസമയം മോളാർ ഹീറ്റ് കപ്പാസിറ്റി അങ്ങനെയല്ല. മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, സ്പെസിഫിക്കലി അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസീവ് ആണ്. ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അടുത്തതൊരു പ്രോബ്ലം ആണ്. ദ എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ചസ് ഫോർ എ റിയാക്ഷൻ ആർ. അപ്പോൾ ഏതൊക്കെ ഞാൻ എഴുതാം. എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഡെൽറ്റ എച്ച് കൊടുക്കണം. ഡെൽറ്റ എച്ച് 490 കിലോ ജൂൾ പെർ മോൾ. അത് ശ്രദ്ധിക്കണേ, എല്ലാവരും വിട്ടുപോകുന്നൊരു സാധനമാണ്. കിലോ യൂണിറ്റ് നോക്കൂല, വെറുതെ വാല്യൂ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ആൻഡ് എൻട്രോപ്പി തന്നിട്ടുണ്ട് 198 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. കിലോ ജൂൾ അല്ല, അതാണ് കേട്ടോ, പലരും വിട്ടുപോകുന്ന ഒരു ഫാക്ടറാണത്. Calculate the value of Gibbs energy change for this reaction at 300 Kelvin. Predict whether the reaction is spontaneous at this temperature. Delta G is equal to delta H minus T delta S. ഇങ്ങനെ ഇക്വേഷനുകൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഗിബ്സ് എനർജി ചേഞ്ച് കണ്ടുപിടിക്കണം. അത് സ്പോണ്ടേനിയസ് ആണോ അല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ 490 കിലോ ജൂൾ അല്ലേ. 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണല്ലോ. സോ 490 ഇൻറ്റു ക്യൂബ്, 490 ഇൻറ്റു ക്യൂബ് പറയുമ്പോൾ 1000, 3 0 ഇട്ട് കൊടുക്കുക. കിലോ ജൂളാണ്, ഇവിടെ കിലോ ഇല്ല. ഓക്കെ, മൈനസ് ടെമ്പറേച്ചർ ഇൻറ്റു ആ ടെമ്പറേച്ചർ വാല്യൂ ഉണ്ടല്ലോ, മൈനസ് ടെമ്പറേച്ചർ 300 ഇൻറ്റു ഡെൽറ്റ എസിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 198. നിങ്ങൾ എങ്ങനെ ശ്രമിച്ചാലും ഇതിൻ്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ല. അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കുന്ന സമയത്ത് എങ്ങനെയായാലും ഇതിൻ്റെ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. 4,90,000 നിന്നും ഇത് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ നിങ്ങൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് എത്ര വരുമെന്ന് വെച്ചാൽ 490 കിലോ ജൂൾ അല്ലേ. അപ്പം 302 ഓക്കെ മൈനസ് 594 20 എന്ന് വെച്ചാൽ 59,400. ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് ഡെൽറ്റ ജി പോസിറ്റീവ് ആണെന്ന് കിട്ടി. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എപ്പോഴും ആലോചിക്കുക. ഡെൽറ്റ ജിൻ്റെ വാല്യൂ, ഫ്രീ എനർജീൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് എന്താണ്, സ്പോണ്ടേനിയസ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആണ്. ഈ സ്പോണ്ടേനിറ്റി പറഞ്ഞാൽ എന്താ, നോൺ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ എന്ത് ചെയ്യില്ല, ഒരു എക്സ്റ്റേണൽ എനർജീൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് നടക്കില്ല. എക്സ്റ്റേണൽ ഏജൻസിൻ്റെ അല്ലെങ്കിൽ എനർജീൻ്റെ ഒരു ഹെൽപ്പ് ഇല്ലാതെ നടക്കുന്ന ഫീസിബിൾ ആയിട്ടുള്ള വളരെ പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷനാണ് നമ്മൾ സ്പോണ്ടേനിയസ് എന്ന് പറയാം. ഇല്ലെങ്കിൽ നമ്മൾ പറയും ഡെൽറ്റ ജിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്, നമ്മൾ പറയും നോൺ സ്പോണ്ടേനിയസ് ആണ്. അങ്ങനെ വെറുതെ അങ്ങ് വെച്ചാൽ ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു വർക്ക് നടക്കില്ല, ഈ ഒരു റിയാക്ഷൻ്റെ വർക്ക്. ഓക്കെ, ഇതാണ് കാര്യം. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നിങ്ങൾ ഹയർ സെക്കൻഡറി എക്സാമിനും നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ പോകുന്ന എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് എന്തായാലും ഇത് വെച്ചൊരു പ്രോബ്ലം എന്തായാലും ഉണ്ടാവും. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് വെച്ചിട്ട്. അടുത്തത് ബാലൻസ് ദ ഫോളോയിങ് റിഡോക്സ് ഇക്വേഷൻ ഇൻ അസിഡിക് മീഡിയം ബൈ ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു നേരത്തെ, അതും ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ തന്നെ. അപ്പോൾ ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സെയിം നമ്മളൊരു 2-3 ക്വസ്റ്റ്യൻ പുറകിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് വാട്ട് ആർ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിസ്പ്രപ്പോർഷനേഷൻ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്. ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നതിനെയാണ് എന്ത് പറയുക, നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം. ഈ ഓക്സിഡേഷനും റിഡക്ഷനും ഒരൊറ്റ എലമെൻറ്റിന് നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയാം. നമ്മുടെ താഴെയുള്ള റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്, അതന്നെ ഞാൻ കോട്ട് ചെയ്തൊന്ന് പറഞ്ഞുതരാം. അതായത് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് H2O ആയിട്ടും
O2 ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ +1 ആണ് ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, O2 ഇല്ല, ഇവിടെ O ഉള്ളൂ. ഓക്കെ, -1 ആണ്, +1 -2. ഓക്സിജന് പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. ഓക്സിജൻ പെറോക്സൈഡ് ആകുമ്പോൾ മിക്കവാറും -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും കാണിക്കാം, 0. ഇവിടെ കണ്ടോ, ഈ ഓക്സിജനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്സിജൻ്റെ ഇവിടുത്തെ സ്റ്റേജ് -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, എങ്ങനെയൊക്കെ കിട്ടി? ഹൈഡ്രജൻ +1 ആണ് കാണിക്കുക ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ, കൂടെ ഉള്ളത് ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ, ഇപ്പോൾ സോഡിയം ഹൈഡ്രൈഡ് പോലുള്ള അതിലല്ലെങ്കിൽ +1 ആണ് കാണിക്കുക. +1 × 2 അതിനെ ബാലൻസ് ചെയ്യാനാണ് അവിടെ -2 വേണം. അപ്പം ഇവിടെ ഈ ഓക്സിജൻ -1 നിന്നും -2 പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ -1 നിന്ന് -2 എന്ന് പറഞ്ഞാൽ കുറയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇവിടെ റിഡക്ഷൻ നടക്കുന്നുണ്ട്. റിഡക്ഷൻ അതേ ആളെ തന്നെ ശ്രദ്ധിക്കുക, ഇയാൾക്ക് ഇവിടെ -1 നിന്ന് 0 ആയി മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം അതെന്താണ്? ഓക്സിഡേഷൻ. അതായത് ഒരു എലമെൻറ്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അതിന് എക്സാമ്പിൾ ആണ് ലെഡും ലെഡ് ഓക്സൈഡും H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത്. അതിൻ്റെ എക്സാമ്പിൾ വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതും അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പം അത് ഇവിടെ നമ്മളോട് ചോദിച്ചത് ചെക്ക് വെദർ ദ റിയാക്ഷൻ ഇസ് ഡിസ്പ്രപ്പോർഷനേഷൻ, അതേ എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റിഫൈ ആ ഡെഫിനിഷൻ തന്നെ അങ്ങോട്ട് എടുത്ത് എഴുതുക. എന്താണ്? ഓക്സിഡേഷനും റിഡക്ഷനും ഓക്സിജൻ എന്ന് പറയുന്ന എലമെന്റ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് എഴുതുക 2 മാർക്കിന്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയിൻ ഐസോമറിസം ആൻഡ് പൊസിഷൻ ഐസോമറിസം. റൈറ്റ് ദ സ്ട്രക്ചേഴ്സ് ഓഫ് ഓൾ ദ പോസിബിൾ പൊസിഷൻ ഐസോമേഴ്സ് ഓഫ് ബ്യൂട്ടനോൾ. അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചെയിൻ ഐസോമറിസവും പൊസിഷൻ ഐസോമറിസവും. ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താ? സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആണ് ഐസോമറിസം. സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ. ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് കാർബൺ സ്കെലിട്ടൺ. ഫോർ എക്സാമ്പിൾ, ഇത് ബ്യൂട്ടൈൻ അല്ലേ? ഇയാളെ ഞാൻ എഴുതുകയാണ്. ഇത് നമ്മൾ എന്ത് പറയും? ഓക്കെ, ഇത്ര നമുക്ക് എഴുതണ്ട. നമുക്ക് എന്ത് പറയാം? ഇത് ബ്യൂട്ടൈൻ എന്ന് പറയാം അല്ലേ? ഒരു സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട് ആണ്, ഹാവിങ് 4 കാർബൺ എവറി സിംഗിൾ ബോൺസ്. ഇതൊരു ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട് ആണ്. സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റ്, മീഥൈൽ റാഡിക്കൽ. അപ്പോൾ 2 മീഥൈൽ പ്രൊപ്പൈൻ ആണ്. രണ്ടിൻ്റെയും മോളിക്കുലർ ഫോമിൽ നോക്കിക്കഴിഞ്ഞാൽ C4H10 ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, പക്ഷെ അതിൻ്റെ കാർബൺ സ്കെലിട്ടൺ ഒരാളുടെ നേരെയാണ്, സ്ട്രെയിറ്റ് ചെയിനാണ്. ഒരാളുടെ ഇങ്ങനെ ഒരു ബ്രാഞ്ചും കൂടെ വന്നിട്ടുള്ളതാണ്. കാർബൺ സ്കെലിട്ടണിലുള്ള വ്യത്യാസം, അതാണ് ചെയിൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺസ് കണ്ടെയ്നിങ് സം ഫങ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് ദ പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഈ ബ്യൂട്ടനോളിൻ്റെ കേസ് തന്നെ ഞാൻ എടുത്ത് പറയാം, എന്നാൽ പിന്നെ അതിനുള്ള ആൻസറുമായി. ഇപ്പോൾ ബ്യൂട്ടനോൾ എന്ന് പറയുമ്പോൾ നോർമലി എല്ലാവരും CH3 CH2 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 OH എന്ന് എഴുതും അല്ലേ? ഇനി ഇയാളെ പൊസിഷൻ ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. CH3 CH CH2 CH3 ഡബിൾ ബോണ്ട് അല്ല കേട്ടോ അത്. ഓക്കെ, OH. ഇതിൻ്റെ പേരെന്താ? ബ്യൂട്ടൻ 2-ol അല്ലേ? അതായത് OHൻ്റെ പൊസിഷൻ മാറി. ഇവിടെ ഇട്ടാലും 2-ol തന്നെയാണ്, 3-ol ആണെന്ന് വിചാരിക്കരുത്. അതായത് പൊസിഷൻ ഐസോമറിസം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനെ നമ്മൾ എന്ത് ചെയ്യും? മാറ്റും. സ്റ്റിൽ മോളിക്കുലർ ഫോർമുല ഇസ് സെയിം, C4H9O or H10O, 4 6 9 10 H10O. രണ്ടിൻ്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ബട്ട് എന്താണ് അതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് ചേഞ്ച് ചെയ്തു. ഓക്കെ, അതാണ് ഇവിടെ കണ്ടത്. അടുത്തത് റൈറ്റ് അവോഗാഡ്രോ നമ്പർ. അവോഗാഡ്രോ നമ്പർ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? 6.022 × 10⁻23. How many moles of water molecules are present in 180 gram of water? അല്ലേ? ഗിവൺ മാസ് 180, മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് 18. രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 10 moles of water.
സിമ്പിൾ. ഇതൊക്കെ നിങ്ങൾ എന്താ പറയുക, പാസ് മാർക്ക് പോലെ കിട്ടുന്നതാണെന്ന് തോന്നുന്നു. ഡിഫൈൻ മൊളാരിറ്റി. മൊളാരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ ദ 1 liter ഓഫ് സൊല്യൂഷൻ. സ്റ്റേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. 2 ഡിഫറെൻറ്റ് കോമ്പൗണ്ട് അല്ലേ, 2 സെയിം കോമ്പൗണ്ട് രണ്ട് സെയിം എലമെൻറ്റ് മോർ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുമ്പോഴുള്ള കേസ്. ഇല്ലസ്ട്രേഷനും കൂടെ ഒന്ന് നോക്കിയേക്കുക. ആറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം, ഞാനിനി പറയില്ല. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, സ്മോൾ സൈസ് വെച്ചിട്ട് വേണം പറയാൻ. രണ്ടിൻ്റെയും ഇങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ കോൺഫിഗറേഷൻ അങ്ങോട്ട് എഴുതുക, എന്നിട്ട് പറയാം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ടുവേർഡ്സ് 2p ഓർബിറ്റൽ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഈസ് ഗെയിനിങ് ടുവേർഡ്സ് 2p ഓർബിറ്റൽ, മറ്റേ എവിടേക്കാണ് വരുന്നത് 3p ഓർബിറ്റൽ എന്നുള്ള കാര്യം വൃത്തിക്ക് പറയണം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടാവും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽ ബീങ് ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ് ദ എലമെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 blocks. നെയിം ദ 4 blocks. ഏതൊക്കെ? SPDF. ഓക്കെ. മോഡേൺ പീരിയോഡിക് ലോ അഗെയിൻ. വാട്ട് ഈസ് ബോണ്ട് ഓർഡർ അക്കോർഡിംഗ് ടു എമോ തിയറി? എന്താണ് ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ? അപ്പം നിങ്ങൾ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ബോണ്ട് ഓർഡറിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ½ NB - NA. അതായത് ഇറ്റ് ഈസ് ദ അങ്ങനെയല്ല, ഈ ബ്രാക്കറ്റ് ഇവിടെ കൊടുത്താൽ തെറ്റും, ഇവിടെ. അതായത് ബോണ്ടിങ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മൈനസ് ആൻറ്റി ബോണ്ടിങ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതിൻ്റെ ഹാഫിനാണ് നമ്മൾ ബോണ്ട് ഓർഡർ എന്ന് പറയാം. ഫിസിക്കലി നമുക്ക് പറയാം ബോണ്ട് ഓർഡർ ക്യാൻ ബി പ്രെഡിക്റ്റ് ദ ബോണ്ട് സ്ട്രെങ്ത്, നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. He2 മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. വൈ? He2 മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് He2 മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യാത്തത്? He എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺഫിഗറേഷൻ നമുക്കറിയാം 1s2 അല്ലേ, 2 എലമെൻസേ ഉള്ളൂ. 2 ഹീലിയം മോളിക്യൂൾ കൂടി ചേർന്ന് 2 ഹീലിയം ആറ്റംസ് കൂടി ചേർന്ന് ഹീലിയം മോളിക്യൂൾ ഉണ്ടാവും, അത് നമ്മൾ He2 എന്ന് പറയും. അതിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്, എങ്ങനെ ഞങ്ങൾ എഴുതുക? σ1s2 അല്ലേ, 4 ഇലക്ട്രോൺസ് എല്ലാം ഉണ്ടാവും, അപ്പോൾ 2 ഇത് മതി, σ*1s2. അപ്പോൾ അത് ഉണ്ടാവുകയാണെങ്കിൽ, സ്റ്റാർ ആണ് കേട്ടോ അത് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പോൾ ഞാനിതിൻ്റെ ബോണ്ട് ഓർഡർ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ. ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ വരാത്ത ആൾക്കാരെ നമ്മൾ ബോണ്ടിങ് എന്ന് പറയും, സ്റ്റാർ വരുന്ന ആൾക്കാരെ നമ്മൾ പറയും ആൻറ്റി ബോണ്ടിങ് പറയും. ബോണ്ടിങ് ഇലക്ട്രോൺസ് 2 അല്ലേ, സ്റ്റാർ ഇല്ലാത്തത് σ1s മാത്രം, സ്റ്റാർ ഉള്ളത് σ*1s -2. അപ്പം 1/2 × 2 - 2 is 0, 0/2 is 0. അപ്പോൾ ബോണ്ട് ഓർഡർ 0 എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ? അങ്ങനെ ഒരു ബോണ്ട് ഇല്ല, മീൻസ് അങ്ങനെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? He2 എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം ഡീറ്റെയിലി പറയണം. ബോണ്ട് ഓർഡർ 0 ആയതുകൊണ്ടാണ് നമ്മളെ ഹീലിയം മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള കാര്യം. നെയിം ദ തെർമോഡൈനാമിക് സിസ്റ്റം വിച്ച് എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ വിത്ത് സറൗണ്ടിങ്. എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യുന്ന സിസ്റ്റം ഏതാ സിസ്റ്റം? ഓപ്പൺ സിസ്റ്റം. ഓക്കെ. മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യും, എനർജിയും എക്സ്ചേഞ്ച് ചെയ്യും. എനർജി മാത്രം എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റം. രണ്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിലോ? രണ്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ഐസൊലേറ്റഡ് സിസ്റ്റം അല്ലെ, അഡിയാബാറ്റിക് സിസ്റ്റം. രണ്ടും കറക്റ്റാണ്. അടുത്തത് സ്റ്റേറ്റ് വാസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ്? ദ എനർജി ഓഫ് എ യൂണിവേഴ്സ് ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ് അല്ലേ. ഫോർ എ യൂണിവേഴ്സ് ദ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. രണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെയാണ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എഴുതിയാൽ ഒന്നുകൂടി വൃത്തിയായി. ΔU is equal to Q plus W. ഓക്കെ. Q minus W എഴുതാം, സ്റ്റിൽ അതെന്താണ് നമുക്ക് എഴുതാൻ പറ്റും. സൈൻ കൺവെൻഷൻ ഈസ് നോട്ട് എ പ്രോബ്ലം. ഡിഫൈൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, മാസ് ഡിപ്പെൻഡൻ്റ് അല്ലാത്ത പ്രോപ്പർട്ടി. ഇനി ഇവിടുന്ന് നിങ്ങൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കണം. മാസ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് മാറ്റർ ഇഷ്യൂ ആയിട്ടുള്ള പ്രശ്നമായിട്ടുള്ള ഏതൊക്കെയാണ്? ഒന്ന് മാസ് അല്ലേ, മാസ് ഒരു എക്സാമ്പിൾ അല്ലേ. മാസിൽ എമൗണ്ട് ഓഫ് പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 1 കിലോൻ്റെ ചാക്കും 2 കിലോൻ്റെ ചാക്കും നിങ്ങൾക്ക് ഒരുപോലെ കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. എമൗണ്ട് ഓഫ് മാറ്റർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. 1 കിലോൻ്റെ സാധനം 2 കിലോൻ്റെ, രണ്ടും വ്യത്യാസമുണ്ട്. അതേപോലെ വോളിയം. വാട്ട് അബൌട്ട് ഡെൻസിറ്റി? നിങ്ങൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി 1 കിലോഗ്രാം വാട്ടർ എടുക്കൂ, അല്ലെങ്കിൽ 1 ലിറ്റർ വാട്ടർ എടുക്കൂ, 2 ലിറ്റർ വാട്ടർ എടുക്കൂ, ഞാൻ പറഞ്ഞ പോലെ 1 കിലോഗ്രാം എടുക്കൂ, എങ്ങനെ എടുത്താലും വാട്ടറിൻ്റെ ഡെൻസിറ്റി മാറില്ല. വാട്ടറിൻ്റെ ഡെൻസിറ്റി ഈസ് 1 gram per milliliter എന്ന രീതിയിൽ തന്നെ ആയിരിക്കും, 1 gram per milliliter എന്ന രീതിയിലായിരിക്കും.
അപ്പം ഡെൻസിറ്റി എന്തല്ല, എക്സ്റ്റെൻസീവ് അല്ല, അത് ശ്രദ്ധിക്കണേ. മാസ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, വോളിയം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഡെൻസിറ്റി ഈസ് ഇൻറ്റൻസീവ്, അതൊന്ന് ഓർത്ത് വെക്കണേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൻസിറ്റി ഈസ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ്. ഐ ഓർക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഡെൻസിറ്റി ഈസ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഇൻ O2. എന്താണ് അവസ്ഥ? O2 എന്ന് പറയുന്ന മോളിക്യൂളിലുള്ള ഓക്സിജൻ്റെ എന്താണ് ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0. കാരണം എലമെൻ്റൽ സ്റ്റേറ്റ് ആണ്, 0 ആണ്. ഇൻ എ റിയാക്ഷൻ 2Cu2O plus Cu2S gives 2Cu plus SO2. Identify oxidizing agent and reducing agent. 2Cu2O plus Cu2S gives RCU plus SO2. കോപ്പർ അല്ലേ? ഇവിടെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും, കാരണം ഓക്സിജൻ -2 ആണ്. അപ്പോൾ ഇവിടെ +2 വേണം. അപ്പം 2 കോപ്പർ ഉണ്ടായതുകൊണ്ട് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. ഇവിടെ -2 ആയിരിക്കും. ഓക്സിജൻ്റെ അതേ ഫാമിലിയാണ് സൾഫറും. ഇവിടെ +1. കോപ്പർ എലമെൻ്റ് ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്ക് 0 എന്നാണ് നമ്മൾ ചാർജ് കൊടുക്കുക. SO2 എന്ന് പറയുമ്പം ഓക്സിജൻ്റെത് -2 ആയതുകൊണ്ട് സൾഫറിൻ്റെ എന്തായിരിക്കും? +4 ആയിരിക്കും. ശരിയല്ലേ? കാരണം SO2 പറയുമ്പോൾ -2 × 2 -4. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ കോപ്പർ +1 ആണ്, ഇവിടെ 0 ആണ്. +1 ഉള്ള ആൾ 0ലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഡക്ഷൻ എന്ന് പറയാൻ പറ്റും. ഇവിടെ സൾഫർ -2 ആണ്, അത് ഒറ്റയടിക്ക് +4 ആയി, നന്നായിട്ട് കൂടി. അപ്പോൾ നിങ്ങൾക്ക് ഓക്സിഡേഷൻ എന്ന് പറയാൻ പറ്റും. പറഞ്ഞൂടെ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്? കോപ്പറിനാണ്. അപ്പോൾ നമ്മളുടെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? ആർക്കാണോ റിഡക്ഷൻ സംഭവിച്ചത് അയാളാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ നമുക്ക് പറയാം ഈ കോപ്പർ ഓക്സൈഡിലെ കോപ്പറാണ് എന്ത്? ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സിഡന്റ്. ഇനി ആരാ റെഡ്യൂസിങ് ഏജന്റ്? ആർക്കാണോ റിഡക്ഷൻ സംഭവിച്ചാലാണ് ഓക്സിഡേഷൻ സംഭവിച്ചാലാണ് റെഡ്യൂസിങ് ഏജന്റ്. Cu2Sലെ സൾഫർ ആണ് റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ റിഡക്റ്റന്റ്. ഓക്കെ. റെപ്രസെന്റ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് യൂസിങ് സ്റ്റോക്ക് നൊട്ടേഷൻ. ഇത് വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. ഓക്സിജൻ -2 ആണെങ്കിൽ നമ്മുടെ മാംഗനീസ് എത്രയായിരിക്കും? +2. അപ്പോൾ സ്റ്റോക്ക് നൊട്ടേഷൻ എങ്ങനെയാണ് മക്കളെ വരിക? Mn എഴുതുക, ഒരു ബ്രാക്കറ്റ് ഇടുക, 2 എന്നിങ്ങനെ റോമൻ ലെറ്ററിൽ കൊടുക്കുക. പിന്നെ വരയ്ക്കണം എന്നില്ല, റോമൻ ലെറ്ററിൽ കൊടുക്കുക, O ഇടുക. വെരി സിമ്പിൾ. ഓക്കെ. FeO അതേപോലെയാണ്. ഓക്സിജൻ്റെ എത്രയാണ് വരിക? -2. നോർമലി ഓക്സിജൻ -2. അപ്പോൾ അയൺ +2. അപ്പോൾ എങ്ങനെ എഴുതും? Fe എഴുതുന്നു, ബ്രാക്കറ്റ് ഇടുന്നു, +2 എഴുതുന്നു, O ഇടുന്നു. കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഇൻ ടേംസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ? ഓക്സിഡേഷൻ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് there occurs an increase in oxidation number. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓക്സിഡേഷൻ എന്ന് വിളിക്കുക. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിഡക്ഷൻ എന്ന് വിളിക്കുക. ഇനി ഇതിൻ്റെ IUPAC നെയിംസ് എഴുതുക എങ്ങനെയാണ്? നമുക്കറിയാം, ഇവിടെ ഫസ്റ്റ് കോമ്പൗണ്ടിൽ കണ്ടോ, ഗീവ് ദ IUPAC നെയിംസ് ഓഫ് ദി ഫോളോയിങ്. ഫസ്റ്റ് കോമ്പൗണ്ടിൽ നമുക്ക് ബ്രാഞ്ചും ഉണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ. ഇവിടെ നിങ്ങൾ എങ്ങനെ നമ്പർ ചെയ്താലും ഒരേപോലെ ആണ് എന്ന് വിചാരിക്കരുത്. കാരണം നിങ്ങൾ ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന് കിട്ടുന്ന പൊസിഷൻ 3, നമ്മളെ ബ്രാഞ്ചിന് 2. തിരിച്ച് നമ്പർ ചെയ്യാൻ വിചാരിക്കാം. തിരിച്ച് നമ്പർ ചെയ്യുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന് അപ്പോഴും 3 തന്നെയാണ്, ബ്രാഞ്ചിന് 4 ആണ്. അത് സമ്മതിക്കരുത്. ഫങ്ഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രാഞ്ചിനെ കൺസിഡർ ചെയ്യാം. അപ്പം ഫങ്ഷണൽ ഗ്രൂപ്പിന് എങ്ങനെ നിങ്ങൾ മെമ്പർ ചെയ്താലും 3 ആ കിട്ടാം. അപ്പം നിങ്ങൾ ആദ്യം ബ്രാഞ്ചിൻ്റെ കാര്യം പറയാം. 2-മീഥൈൽ. മീഥൈൽ അല്ലേ ബ്രാഞ്ച്? 2-മീഥൈൽ. ഇനി 2-മീഥൈൽ ആണെങ്കിൽ 1 2 3 4 5 കാർബൺ ആണ് പാരന്റ് ചെയിനിലുള്ളത്. അപ്പം പെൻറ്റ്. എത്രാമത്തെ കാർബണിലാണ് ആൽക്കഹോൾ? 3 ഓൾ. അടുത്തത് നിങ്ങൾ നോക്കുക, 1 2 3 4 5. ഇങ്ങനെ നമുക്ക് നമ്പർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം COHന് മോർ പ്രയോറിറ്റി കൊടുക്കണം.
അതായത് മറ്റേ കീറ്റോണും കാർബോക്സിലിക് ആസിഡും നോക്കുമ്പോൾ കാർബോക്സിലിക് ആസിഡിനാണ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഒന്ന് പറയേ എങ്ങനെയാ? 4ാമത്തെ കാർബണിൽ കീറ്റോൺ ഉണ്ട്. കീറ്റോൺ നമ്മൾ എങ്ങനെയാ പ്രിഫിക്സ് ആയിട്ട് എഴുതാം? ഓക്സോ, 4 ഓക്സോ. 5 കാർബൺ പെന്റനോയിക് ആസിഡ്. ഓക്കെ. ഐഡന്റിഫൈ ഗ്രൂപ്പ്സ് വിത്ത് +R ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ്. ഏതൊക്കെയാ +R വരുന്ന ആൾക്കാർ? +R വരണമെന്നുണ്ടെങ്കിൽ ലോൺ പെയർ വേണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഒന്ന് Cl. ഹാലോജൻ ഗ്രൂപ്പിൽ എല്ലാവരും +R കാണിക്കും. പിന്നെ ഒന്ന് NH2. NO2 NO2 ഒക്കെ നന്നായിട്ട് ഇങ്ങോട്ട് വലിക്കും. അങ്ങനെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് അല്ല, അവരൊന്ന് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അപ്പോൾ ഈ NO2COH എന്ന് എഴുതി പോയേക്കരുത്. അതൊക്കെ -R എഫക്റ്റ് കാണിക്കുന്ന ആൾക്കാരാണ്. Determine the empirical formula of an oxide of iron which is 69.9% iron and 30.1% oxygen. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നു. ആറ്റമിക് മാസ് ഓഫ് F is 55.85. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമില്ല, സിമ്പിളാണ്. 3 മാർക്കിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എനിവേ നോക്കാം. 69.9 ആണ് നമ്മളുടെ എന്ത് നമ്മളുടെ പെർസെൻറ്റേജ്. അത് ആരുടെയാണ്? അയണിൻ്റെ. അപ്പോൾ അയണിൻ്റെ ആറ്റമിക് മാസുമായിട്ട് അതൊന്ന് ഡിവൈഡ് ചെയ്തേക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏകദേശം എത്ര വാല്യൂ കിട്ടുമെന്നറിയോ? ഇതൊരു 1.25 വാല്യൂ കിട്ടും. ഓക്കെ, ക്ലിയർ? ഓക്കെ, 1.5 അല്ലെങ്കിൽ ഒരു 1 ഓൾമോസ്റ്റ് 1 വാല്യൂ. 1 കിട്ടൂല, 1.5 സംതിങ് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. ഓക്കെ. ഇനി അടുത്തത് ഇതേപോലെ ഓക്സിജൻ ചെയ്യാം. 30.1 ഡിവൈഡഡ് ബൈ 60. ഓക്കെ. അപ്പോൾ ഇതൊരു 1.25 കിട്ടും. ഇതൊരു 1.88 റേഞ്ചിലും കിട്ടും. ഇത് അപ്രോക്സിമേറ്റ്ലി ഞാൻ 2 എന്നെടുത്തു. 2. ഓക്കെ. ഇനി ഞാൻ നോക്കുകയാണ്, ഇത് അയേണിൻ്റെ ആണ് ഞാൻ കണ്ടുപിടിച്ചത് കേട്ടോ. ഇത് ഓക്സിജൻ. നമുക്ക് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തേക്കണേ. അപ്പം F-ൻ്റെ താഴെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡബിൾ എടുത്തു ഞാൻ. ഈ 2ൻ്റെയും 1.25ൻ്റെയും ഡബിൾ ഏകദേശം എടുത്തു. അപ്പം 1.25 എന്നുള്ള ഓൾമോസ്റ്റ് ഡബിൾ എടുത്ത് ഞാൻ Fe2O3 എന്നാണ് എൻ്റെ ആൻസർ കിട്ടുക. സോറി, Fe2O3 അല്ല, അത് 1.5 ഡബിൾ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം Fe3O4 എന്ന ആൻസർ കിട്ടും. ഓക്കെ. അടുത്തത് ഡിഫൈൻ ബോണ്ട് ആംഗിൾ. ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോണ്ട് ആംഗിൾ ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ, അല്ലേ? ഇപ്പം സപ്പോസ് A എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് 2B ഉണ്ട് വിചാരിക്കുക. അത് തമ്മിലുള്ള ഈ ഒരു ആംഗിളിനാണ് നമ്മൾ ബോണ്ട് ആംഗിൾ എന്ന് പറയുക. അതിനൊരു ജസ്റ്റ് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ നോക്കാം. ഓക്കെ. NH3 ആൻഡ് NF3 മോളിക്യൂൾ ഹാവ് പിരമിഡൽ ഷേപ്പ്. ഓക്കെ, അത് നമ്മൾ സമ്മതിക്കുന്നു, രണ്ടാക്കും പിരമിഡൽ ഷേപ്പാണ്. നോ ഇഷ്യൂ. ലോൺ പെയർ ഉണ്ട്. പക്ഷേ അവരുടെ ഡൈപോൾ മൊമെന്റിലുള്ള ചേഞ്ചിന്റെ കാരണം ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം F-ഉം H-ഉം ആയിട്ടാണ് നിങ്ങൾ പറയേണ്ടത്. കാരണം അതായത് ഇവിടെ ഡൈപോൾ മൊമെന്റ് നമ്മൾ വരയ്ക്കുമ്പം ഇവിടെ നമ്മൾ വരയ്ക്കുക ഈ ഡയറക്ഷനിലാണ്, അല്ലേ? ഹൈഡ്രജനും നൈട്രജനും നോക്കുമ്പോൾ നൈട്രജൻ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതൽ, നൈട്രജനും ഫ്ലൂറിനും നോക്കുമ്പോൾ ഇയാളാണ് ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതൽ. ഇങ്ങനെ ഒന്ന് വരച്ച് കാണിക്കുക. ഇനി മാത്രമല്ല, നൈട്രജനും ഹൈഡ്രജൻ്റെയും കോവലന്റ് ബോണ്ടിങ് പറയുന്ന സമയത്ത് ഇത് ഈ ഒരു ഇലക്ട്രോൺ പെയർ ഈക്വലി ഷെയർഡ് ആയിരിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് ഒരുവിധം. ഓക്കെ, വല്ലാണ്ട് നൈട്രജൻ വലിക്കില്ല. കാരണം ഹൈഡ്രജനും ഇലക്ട്രോണെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും കുറവാണ്. പക്ഷേ നൈട്രജനും ഫ്ലൂറിൻ ഈസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്. ഫ്ലൂറിനാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്. സോ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് ഒക്കെ അങ്ങോട്ടൊരു ഇത് കാണിക്കും, ഒരു ഫ്ലൂറിൻ നന്നായിട്ട് പുള്ളി ചെയ്യും. അപ്പം ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ അങ്ങനെയാണ് നിങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ എൻട്രോപ്പി ചേഞ്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഡിഫൈൻ ഗിബ്സ് എനർജി. ഗിബ്സ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ടു ഡു സം മാക്സിമം വർക്ക് എന്നൊക്കെയാണ് നമ്മൾ ഗിബ്സ് എനർജിക്ക് ഡെഫിനിഷനായിട്ട് പറയാം. ഹൗ ഈസ് ഗിബ്സ് എനർജി ആൻഡ് എൻട്രോപ്പി ചേഞ്ച് ഈസ് റിലേറ്റഡ്? എങ്ങനെ നമ്മൾ പറയും? ഡെൽറ്റ ജി. ആ ഇക്വേഷൻ ഇല്ലേ? ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S.
ആസിഡ് മീഡിയത്തിൽ നമ്മളോട് ചെയ്യാൻ പറയുന്നത് അയോൺ ഇലക്ട്രോൺ മെത്തേഡ് വെച്ചിട്ടോ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ടോ ഒരു ഇക്വേഷനാണ് നമ്മളോട് ചെയ്യാൻ പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ല, അതേപോലെയാണ് ഇത് ചെയ്യേണ്ടത്. വേറെ നമ്മുടെ Cr2O7 പകരം ഇവിടെ Cl2O7 വന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ചെറിയ ഒരു ഡിഫറൻസോട് കൂടിയാണ് നമ്മളിത് ചെയ്യേണ്ടാവുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. സെയിം ഇക്വേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ലേണിംഗ് ആപ്പിലുള്ള വീഡിയോയിലും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ആസിഡ് മീഡിയം തന്നെ. അടുത്തത് CH3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr. CH3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr. ഇതിൻ്റെ പ്രോഡക്റ്റ് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാവുക? ഇത് എച്ചും ബി ആറും അല്ലേ രണ്ടാക്കി മുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ A + B എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ കിട്ടാം. CH3CH, ഞാനൊരു H2 ഇവിടെ കൊടുത്തു, CH2Br, ഒരു H ഇവിടെയും ഒരു Br ഇവിടെയും കൊടുത്തു. ഇനി വേറൊരു പ്രൊഡക്റ്റ് ഏതാ? CH3CH, ഇവിടെ Br, ഇവിടെ H. നമ്മളോട് ചോദിക്കേണ്ടത് ഏതാണ് മേജർ പ്രൊഡക്റ്റ്? ഏതാ മേജർ പ്രൊഡക്റ്റ്? 1 ആണോ 2 ആണോ? ഇയാളാണ് മേജർ പ്രൊഡക്റ്റ്. എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ഏതാണ്? മാർക്കോണിക്കോഫ്സ് റൂൾ അല്ലേ? ഒരു റൂൾ ഉണ്ട്. അപ്പോൾ ആ റൂള് നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക പറയാം. മെച്ചപ്പെട്ടാൻ വൈ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ് റൂൾ, നെഗറ്റീവ് പാർട്ട് ഓഫ് ദ ഇഫ് യു ആർ ആഡിങ് സം സിമെട്രിക്കൽ molecule to an unsymmetrical alkene, the negative part of the addendum, the negative part of that reagent comes where lesser number of to the carbon with lesser number of hydrogen കുറഞ്ഞ സ്ഥലത്തേക്ക് ആയിരിക്കും നെഗറ്റീവ് പാർട്ട് പോവുക. അപ്പോൾ പോസിറ്റീവ് പാർട്ട് അതിൻ്റെ ഓപ്പോസിറ്റേക്കും പോകുക എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഹക്കൽ റൂൾ ഓഫ് അരോമാറ്റിസിറ്റി. എന്താണ് ഹക്കൽസ് റൂൾ പറയണത്? ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. സൈക്ലിക് ആയിരിക്കണം, പ്ലനാർ ആയിരിക്കണം, മാത്രമല്ല അയാൾ 4n+2 റൂള് സാറ്റിസ്ഫൈ ചെയ്യണം. എന്ത് ഈ 4n+2 റൂള്? ഓക്കെ, അപ്പം 4n+2 റൂൾ എന്ന് പറഞ്ഞാൽ അല്ലെ 4n അല്ല 4n+2 അല്ലെ 4n+2 എന്ന് പറഞ്ഞാൽ n is the number of ഇലക്ട്രോൺ അല്ലേ? ഇലക്ട്രോൺ അല്ല, നമ്പർ ഓഫ് ബോണ്ട്, ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ പോട്ടെ. അപ്പം ഇലക്ട്രോൺസ് പറയുന്ന സമയത്ത് പിന്നെ ഇവിടെ നമ്മൾ 1 കൊടുക്കുന്ന സമയത്ത് 4 × 1 + 2 എന്ത് വരും? 6 എന്ന് വരും. അപ്പോൾ ബെൻസീൻ. അങ്ങനെ ആ ഒരു എന്താ പറയുക ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. പ്ലനാർ ആയിരിക്കണം, സൈക്ലിക് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഒബേ ദറ്റ് 4n+2 റൂൾ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ഏത് ലോ ആണ് ഇവിടെ ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. Calculate the amount of water produced by 32 gram of CH4. 16 gram CH4ൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് 36 gram വാട്ടർ ആണ്. ഓക്കെ, ഇഫ് വി ആർ ഇൻക്രീസിങ് ടു 32 gram മീഥെയിൻ 2 മോൾ ആണെങ്കിൽ അതിൻ്റെ ഓക്സിജൻ ഒന്നും നമുക്ക് ലിമിറ്റിംഗ് ഒന്നുമല്ല, നമുക്ക് എക്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 4 മോൾ ഓക്സിജൻ വേണ്ടി വരും അല്ലേ? 2 മോൾ മീഥെയിൻ ആണ് 32 gram മീഥെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എത്ര നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം? വാട്ടർ 72 gram എക്സ്പെക്ട് ചെയ്തൂടെ? അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരിക. ഗീവ് 2 എക്സാമ്പിൾസ് ഓഫ് കോമ്പൗണ്ട്സ് ഹാവിങ് എക്സ്പാൻഡഡ് ഒക്റ്ററ്റ്. എക്സാമ്പിൾസ് നിങ്ങളെ 4th ചാപ്റ്ററിലുള്ള SF6 കൊടുക്കാം, PCl5 അല്ലെങ്കിൽ PF5 കൊടുക്കാം, പിന്നെ H2SO4 കൊടുക്കാം. അതൊക്കെ എക്സ്പാൻഡഡ് ഒക്റ്ററ്റ് ആണ്. ഡ്രോ ദ ലൂയിസ് സിംബൽസ് ഓഫ് Cl2NF3. ലൂയിസ് ഡോട്ട് സിംബൽസ്. ക്ലോറിൻ എങ്ങനെയാ? 6 7. ഇവിടെ വേറൊരു ക്ലോറിൻ 4 6 7 അല്ലേ? ഇങ്ങനൊരു വട്ടം, ഇതിങ്ങനൊരു വട്ടം. ഓക്കെ, NF3 നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. നൈട്രജന് പിന്നെ പുറത്ത് എത്ര ആൾക്കാരുണ്ട്? 5 പേരുണ്ട് അല്ലേ? 1 2 3 4 5. ഫ്ലൂറിൻ 7 പേരുമായിട്ട് വരികയാണ്. 2 4 6 7. ഫ്ലൂറിൻ 6 എത്ര പേരായി? 5 7. ഫ്ലൂറിൻ നൈട്രജൻ. ഇതിൻ്റെ സ്ട്രക്ചർ കറക്റ്റ് അല്ല, ഇങ്ങനെ അല്ല ബോണ്ടിങ് വരിക. അപ്പോഴാണ് നമുക്കൊരു ലോൺ പെയർ ഇവിടെ കണ്ടോ? അതാണ് നമ്മൾ ലോൺ പെയർ. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ ലൂയിസ് സിംബൽസ്? ഇച്ചിരി വൃത്തിക്ക് വരയ്ക്കണം കേട്ടോ.
Write the mathematical expression of first law of thermodynamics delta U is equal to Q plus W. Define standard enthalpy of formation. The enthalpy of formation, it is the enthalpy released to form 1 mole of a compound in standard state. Adana. Write the condition of temperature of the process to be spontaneous whose delta H. Delta G is equal to delta H minus. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കണം സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ. നമുക്കറിയാം ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്, മൈനസ് ടി എങ്ങനെയാണെന്നുള്ളതിൻ്റെ കണ്ടീഷൻ നമ്മൾ പറയണം വെദർ ഹയർ ഓർ ലോവർ ഇൻറ്റു ഡെൽറ്റ എസും ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ ടി കുറഞ്ഞൊരു വാല്യൂ എന്ന് വിചാരിക്കുക. സപ്പോസ് ഞാൻ ഡെൽറ്റ എച്ചിന് ഒരു 5 ആണ് വാല്യൂ എടുക്കണത്, വെറുതെ ഒരു വാല്യൂ 5 മൈനസ്. ഇവിടെ ഈ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ 2.5ഉം ഓക്കെ, എൻ്റെ ഡെൽറ്റ എസിൻ്റെ വാല്യൂ 2.5 ആയിരിക്കാം. സപ്പോസ് ഈ വാല്യൂ നല്ല കൂടുതലാണ്, 3 or 4 or 5 ഒക്കെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ വാല്യൂ ടോട്ടൽ വാല്യൂ എന്തായി? നെഗറ്റീവായി. അതേസമയം ഒരു കുറഞ്ഞ വാല്യൂ ആണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1 ആണെന്ന് വിചാരിക്കൂ, ഇത് പോസിറ്റീവ് ആയില്ലേ. അപ്പം ടെമ്പറേച്ചർ ഷുഡ് ബി ഹൈ, ടി ഹൈ ആയിരിക്കണം സ്പോണ്ടേനിയസ് ആവണം ഈ കണ്ടീഷനിൽ. കാര്യം മനസ്സിലായോ? അതായത് ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്, ഇതിൻ്റെ ഉള്ളിലുള്ളതും പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ഒരു പോസിറ്റീവ് കുറയ്ക്കുമ്പോൾ നമുക്ക് മൈനസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത് കുറയ്ക്കുന്ന ആൾ വലിയ നമ്പർ ഇരിക്കണം. 5 - 3 ഒരു പോസിറ്റീവ് നമ്പറും 5 - 6 നെഗറ്റീവ് നമ്പറുമാണ്. എന്ന് വെച്ചാൽ ഈ രണ്ടാമത് നമ്മൾ എടുക്കുന്ന ആൾ ഇച്ചിരി ആദ്യം എടുത്ത ആളെക്കാളും കൂടുതലായിരിക്കണം, ടെമ്പറേച്ചർ ഹൈ ആയിരിക്കണം. Justify the reaction is what? ഈ റിയാക്ഷൻ ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്, നിങ്ങൾ പ്രൂവ് ചെയ്യണം. എങ്ങനെയാ? സൾഫർ -2 കൊടുക്കാം, ക്ലോറിൻ 0, HCl -1, സൾഫർ 0. -2 0 ആയിട്ട് കൂടി, ഓക്സിഡേഷൻ 0 -1 ആയിട്ട് കുറഞ്ഞു, റിഡക്ഷൻ. സ്റ്റോക്ക് നൊട്ടേഷൻ ഓഫ് MnO2 എങ്ങനെ ചെയ്യും? ഓക്കെ, മാംഗനീസ് -2 +4 ആണ് വരിക, അപ്പോൾ 4O2. ഓക്കെ, ഈ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഈ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ് ആരാണ്? സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ അല്ലെങ്കിൽ ലിഥിയം ഇൻ ലിക്വിഡ് അമോണിയാണ് നമ്മൾ ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ് പറയാം. ഇവിടെ എന്താണ് പ്രോസസ്സ്? CH3 CH ഡബിൾ ബോണ്ട് CH2 + O3. ഇത് നമ്മൾ O3 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഡക്റ്റ് CH3. ഇവിടെ O3 മാത്രമല്ല, നമ്മളൊരു CH2Cl2 എന്ന് പറഞ്ഞൊരു ഡൈക്ലോറോമീഥൈനാണ് നമ്മളിവിടെ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. CH അങ്ങനത്തെ സാധനങ്ങൾ വരച്ചതായിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടോ? ഓക്കെ, ഇവിടെ ഒരു CH2 ഈ O ബോണ്ട് ലെങ്ത്തൊക്കെ സെയിം വരണം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ക്ലീവ് ചെയ്യും. എപ്പോഴാണ് ക്ലീവേജ് നടക്കുക? നിങ്ങൾ ഇതിലേക്ക് സിങ്ക് ആഡ് ചെയ്യുമ്പോൾ, സിങ്ക് ബാർ വാട്ടറോ ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്ലീവേജ് നടന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? CH3CHO കിട്ടും അല്ലേ? CH3CHO ഈ ഭാഗം, ഈ ആ ഭാഗം HCHO, CH2O എന്നുള്ളതിന് നമ്മൾ എഴുതാം HCHO. ഫോർമാൽഡിഹൈഡും കിട്ടും, അസറ്റാൽഡിഹൈഡും കിട്ടും. അതാണ് ഈ റിയാക്ഷൻ. ഓസോണോളിസിസ് ആണ് റിയാക്ഷൻ. ഓക്കെ, കംപ്ലീറ്റ് ദ റിയാക്ഷൻ. ഇതെന്താ ഫോം ചെയ്യുക? അവിടെ എന്ത് ഫോം ചെയ്യും? ഇവിടെ ഫോം ചെയ്യുന്ന സാധനമാണ് ക്ലോറോബെൻസീൻ. അനൈഡ്രസ് AlCl3യും ക്ലോറിനും. ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ട്, ലെഡ് ഓക്സൈഡ്. നേരത്തെ ഞാൻ പറഞ്ഞ റിയാക്ഷനാണ്. ഇവിടെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആരൊക്കെയാണ് ഓക്സിഡൈസ് ചെയ്ത് റെഡ്യൂസ് ചെയ്തെന്നുള്ളത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണെന്നുള്ള ഓർത്ത് വേണം ചെയ്യാൻ. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഫോളോയിങ് വിത്ത് സ്യൂട്ടബിൾ കെമിക്കൽ ഇക്വേഷൻ. ഫസ്റ്റ് വൺ വുഡ്സ് റിയാക്ഷൻ, സെക്കൻഡ് വൺ ഖരാഷ് എഫക്റ്റ്. വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ സപ്പോസ് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട് വിചാരിക്കുക. അതിന് നമ്മൾ സോഡിയം ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. അപ്പം 2 moles ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്, സോഡിയം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഈ സോഡിയം ഇതിൻ്റെ കൂടെ അങ്ങോട്ട് പോകും അല്ലേ? അപ്പം 2NaX, അതെല്ലാം നമ്മളെ മെയിൻ പ്രോഡക്റ്റ് ആദ്യം എഴുതാം. ഉണ്ടാകുന്നത് 2 R കമ്പൈൻ ചെയ്യും, RR +
F2NaX ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷനാണ് നമ്മൾ വുഡ്സ് റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് F2 മോളിക്യൂൾ അക്കൗണ്ട് ഫോർ ഇറ്റ്സ് മാഗ്നറ്റിക് ക്യാരക്ടർ. അപ്പം ഇവിടെയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഞാനത് തൽക്കാലം വരയ്ക്കുന്നില്ല. ടൈം ബീയിങ് ഞാൻ അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതാം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz ആണ് എഴുതേണ്ടത്, അറിയാലോ അത്. അത് കഴിഞ്ഞിട്ട് പൈ 2p x2 ബൈ 2p y2, അതിൻ്റെ ബാക്കിയായിട്ട് പൈ സ്റ്റാർ 2p x2 പൈ സ്റ്റാർ 2p y2. ഇപ്പോൾ എത്ര 18 ഇലക്ട്രോൺസ് ആയോ? 2 4 6 8 10 12 14 16 18. ഓക്കെ, അപ്പോൾ ഇത് ഏത് നേച്ചർ മാഗ്നറ്റിക് ബിഹേവിയർ പറയുമ്പോൾ ഒരുപാട് നിങ്ങൾ ആലോചിക്കാനൊന്നും നിൽക്കണ്ട. ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. കാരണം എല്ലാ ഇലക്ട്രോൺസും പെയർഡാണ്. പെയർഡ് അല്ലേ നിങ്ങൾക്ക് എഴുതാം പാരാമാഗ്നറ്റിക്, ലൈക്ക് O2. അപ്പോൾ പിന്നെ pH കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഇക്വേഷൻ ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ എന്നിട്ട് മൈനസ് ലോഗ് ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ആണ് pH. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഈ ക്വസ്റ്റ്യൻ, the reaction of cyanamide with dioxygen was carried out in a bomb calorimeter and delta U was found to be minus 742.7 kilojoule per mole. Okay, at 298 Kelvin. Calculate the enthalpy change. We have delta H is equal to delta U plus P delta V. Okay. Another equation, delta U plus delta NGRT. ഇങ്ങനെ സാധനം കേട്ടിട്ടുണ്ടോ? ഡെൽറ്റ എൻ PV ഈക്വൽ ടു NRT എന്നുണ്ടായ ഇക്വേഷനാണ് ഡെൽറ്റ NGRT. അപ്പം ഇവിടെ ഡെൽറ്റ എച്ച് എങ്ങനെ കണ്ടുപിടിക്കും? ഡെൽറ്റ യു നമ്മളെ കയ്യിലുണ്ട്. എത്രയാ? മൈനസ് 742.7 കിലോ ജൂൾ ആണ് ഇൻറ്റു 1000. ഡെൽറ്റ അല്ലേ? കിലോ ജൂൾ അല്ലേ? അതെ. പ്ലസ് ഡെൽറ്റ NG എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൽ ആരൊക്കെ ഉണ്ട് നോക്കുക. ഓക്കെ, 1 അല്ലേ? N2 എത്ര? 1 N2 1 CO2 1 H2. അപ്പോൾ ആകെ 3 മോൾ ആണ് പ്രൊഡക്റ്റിലുള്ള നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ പ്രൊഡക്റ്റിൽ 3 ഉണ്ട്. മൈനസ് 3/2 1.5 പ്ലസ് 1 2.5. അപ്പോൾ 3 മൈനസ് 2.5 എത്ര വരും? 3 2.5 പോയാൽ 0.5. അപ്പോൾ ഡെൽറ്റ NG എത്ര കൊടുക്കുക? ഡെൽറ്റ NG എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് മൈനസ് റിയാക്ടൻ്റ് നമ്പർ ഓഫ് മോൾസ്. 0.5 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 8.134 ഇൻറ്റു ടെമ്പറേച്ചർ വാല്യൂ 298. ഓക്കെ, അത് ചെയ്യുമ്പോഴുള്ള വാല്യൂ ആണ് നിങ്ങളുടെ എൻതാൽപ്പിൻ്റെ വാല്യൂ. ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം, ഈ 2 ഇക്വേഷൻ. ഇത്രയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഇത് മാത്രമല്ല ഇനിയുണ്ട് ഹെസസ് ലോ ഓഫ് ഹീറ്റ് സമ്മേഷൻ, ബോൺ ഹേബർ സൈക്കിൾ, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ എന്നാൽ 3 മാർക്ക് സെക്ഷൻ നിൻ്റെ മക്കൾക്ക് ഒരു തെറ്റും വരില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് അത് നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ ദ ലിസണിങ്.